ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, മുല്ലോർലിത്തേവരേ ശരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെ പാദത്തിലും നമസ്കരിക്കണോ. ഭഗവാന്റെ അപാരമായിട്ടുള്ള കൃപാകടാക്ഷം കൊണ്ട് നമ്മൾ ഭാഗവത തീവണ്ടിയിൽ കയറി യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഭാഗവത മാഹാത്മ്യത്തിലെ 2-ാം അധ്യായത്തിലെ 15 ശ്ലോകം വരെയാണ് വായിച്ച് സമർപ്പിച്ചത്. ആ മൂലം ഭാഗവതത്തിൻ്റെ അതുപോലെ തന്നെ അത്രയും ലളിതമായ രീതിയിൽ ലളിതമായ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത അക്കിത്തം ഭാഗവതമാണ് ഇവിടെ പാരായണം ചെയ്യണത്. അപ്പോൾ അക്കിത്തം ഭാഗവതത്തിൻ്റെ ആ ഭാഗവതം പാരായണം ചെയ്യുമ്പോൾ അത് മൂലം ഭാഗവതം കൂടിയും ചേർത്ത് വെച്ച് പാരായണം ചെയ്യുമ്പോൾ അത് എത്ര ലളിതമാണിട്ട് അർത്ഥം മനസ്സിലാവണമെന്നുള്ളത് കൂടി അറിയാൻ വേണ്ടിയിട്ട് മൂലത്തിൻ്റെ ശ്ലോകവും അതുപോലെ അക്കിത്തം ഭാഗവതത്തിലെ ശ്ലോകവും കൂട്ടി ചേർത്തുകൊണ്ട് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് പോലെ ഇവിടെ ആ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് അത് വേണ്ട വിധത്തിൽ എത്തണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട്, അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം അത് വേണ്ടതുപോലെ പൂർണ്ണമായിട്ട് ഇത് പാരായണം ചെയ്ത് സമർപ്പിക്കാനായിട്ടൊരു അനുഗ്രഹം തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പാരായണം ആരംഭിക്കാം. ഇനി 2-ാമത്തെ അധ്യായത്തിൽ ഭാഗവത മാഹാത്മ്യത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 16-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ പാരായണം ചെയ്യാൻ ആരംഭിക്കുന്നത്. എല്ലാം ആ ഭഗവാൻ നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലിരുന്ന് ആ ഹൃദയത്തെ ഭക്തി കൊണ്ട് ആർദ്രമാക്കാൻ രാധാറാണിയോട് കൂടിയിട്ട് രാധാസമേതനായിട്ട് ഉള്ളിലിരുന്നു കൊണ്ട് നമുക്ക് ഇതിനെയൊക്കെ ഉള്ളിൽ ഓരോ പദങ്ങളും ഓരോ ശ്ലോകങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിൽ വേണ്ടതുപോലെ അനുഭവേദ്യമാവാനായിട്ട് ആ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. 16-ാമത്തെ ശ്ലോകം. യേഷാം ചിത്തേ വസേദ് ഭക്തി സർവദാ പ്രേമരൂപിണി നതേ പശ്യന്തി ഗീനാശം സ്വപ്നേപ്യമലമൂർത്തയ. ആർതന്നുള്ളിൽ ഭക്തി വാഴ്വു സർവദാ പ്രേമരൂപിണി അമലാത്മാക്കൾ യമനെ കാണില്ലവർക്കിനാവിലും. പറയണു, ആരുടെ ഉള്ളിലാണ് ഈശ്വരനെ സ്മരിക്കുമ്പോൾ ആനന്ദം കൊണ്ട് കണ്ണുനീര് വന്നിട്ട് കണ്ണുനീര് ഒഴുകിക്കൊണ്ട് ആ ഭക്തി ഉള്ളിലുള്ളത് കൊണ്ടാണ് ആ ആനന്ദം ഉണ്ടാവുന്നത്. ഭഗവാന്റെ കഥകൾ കേൾക്കുക, പാടുക, പറയുക. അപ്പം നമുക്ക് ഭക്തി ഉണ്ടോ എന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരാണ്. നമ്മൾക്ക് ആ ഈശ്വര കഥകൾ കേൾക്കാൻ കൊതിയുണ്ടോ? ആ ഈശ്വര കഥകൾ കേൾക്കുമ്പോൾ, ഈശ്വരൻ്റെ ആ ഭഗവാന്റെ ശ്ലോകങ്ങൾ കേൾക്കുമ്പോൾ, ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ള ആർദ്രമാവണുണ്ടോ? നമ്മൾക്ക് കണ്ണ് നിറഞ്ഞ് കണ്ണുനീര് വരുന്നുണ്ടോ? ആനന്ദത്തിൻ്റെ ആനന്ദാശ്രുക്കൾ പൊഴിക്കുന്നുണ്ടോ? അങ്ങനെയുള്ളവരാണ് ആ ഭക്തന്മാർ. അങ്ങനെ അതുപോലെ ഭഗവാനെ പറ്റി കേൾക്കുമ്പോഴായാലും കേൾക്കുമ്പോൾ കണ്ണ് നിറഞ്ഞൊഴുക പറയുന്നവരുടെ ആ ശബ്ദമൊക്കെ ഇടറിക്കൊണ്ട്, കാരണം
ആനന്ദത്തിൽ ഉണ്ടാകുമ്പോൾ ആ ആനന്ദത്തിൻ്റെ ആ ഒരു അനുഭവമാകുമ്പോൾ ആ ശബ്ദമൊക്കെ ഇടറിക്കൊണ്ടാണ് പറയുക. അങ്ങനെ ഇതാണ് ആ ലക്ഷണം. അങ്ങനെയാണ്, അതാണ് പ്രേമരൂപിണിയായിട്ടുള്ള ഭക്തി നമുക്കുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇനി എത്രയോ എത്രയോ ഉപാസനയ്ക്ക് ശേഷമാണ് നമുക്കൊക്കെ ഈ ഭക്തി നമ്മളിലേക്ക് വരിക അല്ലേ. നമുക്കങ്ങനെ ഹൃദയം ആർദ്രമാവണില്ല, കണ്ണ് നിറയണില്ല, പറയുമ്പോൾ വാക്കുകൾ ഇടറണില്ല, അവിടേക്കൊന്നും എത്തിയിട്ടില്ല. ആ ഭക്തി നമ്മളിലേക്ക് പ്രവേശിക്കാനുള്ള പ്രയത്നത്തിലാണ് നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ള ഭക്തി ആരുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുമോ അങ്ങനെയുള്ളവർക്ക് അന്ധക്കരണം ശുദ്ധമാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ശുദ്ധമായിട്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോഴും കാമക്രോധാദി ലോഭമോഹാദികളൊക്കെ നമ്മുടെ ഉള്ളിലിങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. ആ മമത്വം നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, രാഗാദിയിൽ പെട്ടു അലഞ്ഞിടാതെ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കണത് അല്ലേ. പക്ഷേ ആ നമുക്ക് നമ്മളുടെ ബന്ധുക്കൾ എൻ്റെ 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 എന്നുള്ള ഭാവം അല്ലേ, ഒന്നിനോട് ഇങ്ങനെ ആ മമത്വം തോന്നുക എന്നുള്ളതൊക്കെ നമുക്ക് വിട്ടു പോകണ്ടില്ല. എൻ്റെ ഭർത്താവ്, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, അപ്പോൾ അവരോട് ഒരു ബന്ധനം ആണ് നമുക്ക് അനുഭവപ്പെടുന്നത്. സ്നേഹിക്കേണ്ട എന്നല്ല പറയണത്, ഇവരൊക്കെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്, അവരെയൊക്കെ സ്നേഹിക്കുക എന്നുള്ളത്. പക്ഷേ അതിൽ ഒരു ആസക്തി വരികയാണ് ചെയ്യണത്, നമുക്ക് വല്ലാത്തൊരാസക്തി. ആ ആസക്തിയോടുകൂടി ഒന്നും നമ്മൾ ആലോചിച്ചോളൂ, നമ്മൾ പൂർണ്ണമായിട്ട് ലൗകിക ആസക്തിയിൽ ഇരിക്കുന്ന ഒരുവന് അങ്ങനെ ഒരു ആസക്തി വന്നാൽ അത് ഒരു പക്ഷേ ആ ആസക്തിയിൽ അവൻ അടിമപ്പെട്ട് ഈശ്വരനെ മറന്നു പോകുന്നു. എന്നാൽ ഈശ്വരനോടുകൂടി ചേർന്നിരിക്കുന്ന ഒരുവൻ്റെ ഉള്ളിൽ അമിതമായിട്ടുള്ള ആ ആസക്തി, എൻ്റെ 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 എന്നൊരു പ്രത്യേക ഒരു ഇഷ്ടം, ഒരു സ്നേഹം, വല്ലാത്ത ഒരു ആസക്തി, ഒരു ബന്ധങ്ങൾക്കൊരു ബന്ധനമാവുന്ന രീതിയിൽ ഒരു ആസക്തി വന്നു കഴിഞ്ഞാൽ അപ്പം ഭഗവാൻ അവിടെ അതിന് വിഘ്നം ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു അനുഭവമായിരിക്കും നമുക്ക്, നമ്മുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടി ഈശ്വരൻ നമ്മളോട്. കാരണം ഇതൊന്നും ശാശ്വതമല്ല, അതിൽ നീ പെട്ടുപോയാൽ ഒരു പക്ഷേ നീ അല്ലേ, അങ്ങനെയുള്ള ബന്ധങ്ങൾ തീവ്രമാവണേക്കാളും മുമ്പ് തന്നെ അതിൻ്റെ കടയ്ക്കൽ കോടാലി വയ്ക്കുക എന്ന് പറയില്ലേ, അതുപോലെ വലുതാവണേക്കാളും മുമ്പ് തന്നെ ഭഗവാൻ അതിൻ്റെ കടയ്ക്കൽ കോടാലി വയ്ക്കും. കാരണം എന്താ, അത് വളർന്ന് പൊന്തലിച്ച് വല്ലാണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാവുന്ന ആ ഒരു വിഷമം വല്ലാണ്ട് അനുഭവിക്കാനുള്ള കരുത്തൊന്നും നമുക്കില്ല എന്ന് ഗുരുവായൂരപ്പൻ അറിയാം. അപ്പം നമ്മൾ ഏതെങ്കിലും ഒന്നിനോട് ആരോടെങ്കിലും അമിതമായിട്ട് ഒരു രാഗം തോന്നി, ഇതെനിക്ക് പ്രിയപ്പെട്ടത് എന്ന് തോന്നിയിട്ട് അങ്ങനെ ഒരു അനുരാഗം തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ആ ഭഗവാൻ അതിന് എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാക്കി തീർക്കും. അപ്പം നമുക്ക് തോന്നുന്നതെന്താ, ഇത്രയൊക്കെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടും എന്താ ഇങ്ങനെ വരാമെന്ന് തോന്നും. പക്ഷേ ഭഗവാൻ പറയണു, എന്നിലേക്കാക്കൂ, അതെല്ലാം എന്നിലേക്കാക്കൂ, ബാക്കിയൊക്കെ കർമ്മപ്രാരാബ്ധങ്ങളെ വരുത്തുകയുള്ളൂ. അതുകൊണ്ട് ആദ്യമേ തന്നെ അതിന് ഇടയാക്കണ്ട, അതെല്ലാം എൻ്റെ നേർക്ക് തിരിച്ചു വിട്ടോളൂ, അതാണ് നിനക്ക് ശാശ്വതം എന്ന് ഗുരുവായൂരപ്പൻ കാണിച്ചു തരിക. ഗുരുവായൂരപ്പനോട് കൂടുതൽ അടുക്കാൻ വേണ്ടി ഭഗവാന്റെ തീവ്രമായ ആ ഒരു ബന്ധനം നമ്മളിലുണ്ട്. അതാണ് നമുക്ക് മറ്റുള്ള ബന്ധനങ്ങളിൽ നമ്മൾ പെട്ടാൽ അല്ലേ, ബന്ധുക്കൾ ബന്ധനമാണെൻ്റെ കൃഷ്ണ, നിൻ ബന്ധാമതൊന്നേ എനിക്കു വേണ്ടൂ. ആ ഭഗവാന്റെ ബന്ധമാണ് വേണ്ടത്. ബാക്കി ശങ്കരധ്യാന പ്രകാരം ചൊല്ലുമ്പല്ലേ, ഇതിനു മുമ്പ് പറഞ്ഞതാണെങ്കിലും ഒന്നും കൂടെ അനുസ്മരിക്കാം. അതിലെന്താ, ശങ്കരധ്യാന പ്രകാരത്തിൽ പറയും, ബന്ധുക്കളുണ്ടായി വരേണമെന്നീശ്വര, ബന്ധമോക്ഷം വരുത്തിയിടേണമീശ്വര. ചെറുപ്പത്തിലൊക്കെ ഇത് എന്നും ജപിക്കണതാണ്. കല്യാണത്തിനൊക്കെ മുമ്പ് എന്നും ഇത് ജപിക്കാറുള്ളതാണ്. അപ്പോൾ എന്താ ഇങ്ങനെ ബന്ധുക്കൾ ഉണ്ടാവുകയും വേണം, ബന്ധുക്കളിൽ നിന്ന് മോക്ഷം വേണം, അതെങ്ങനെയാണ് ഭഗവാനെ രണ്ടും കൂടി ശരിയാവുക എന്ന് ചോദിച്ചു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് അതിന് ഉത്തരം ഭഗവാൻ പറഞ്ഞത്. ബന്ധുക്കൾ ഉണ്ടാവുക എന്ന് വെച്ചാൽ നമ്മളുടെ ആ രക്തബന്ധത്തിനനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ഭാര്യ, മക്കൾ, കുട്ടികൾ, അവരുടെ മക്കളുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, അങ്ങനെയുള്ള ബന്ധങ്ങളല്ല അവിടെ ബന്ധുക്കളായിട്ട് ഉദ്ദേശിക്കണേ. ബന്ധുക്കളുണ്ടായി വരേണമെന്നീശ്വര എന്ന് പറഞ്ഞാൽ ഭഗവാനോട് ഭക്തി
ഭക്തന്മാരുമായിട്ടുള്ള സംഘം ഉണ്ടാവണേ എന്നാണ് അവിടെ. ബന്ധുക്കൾ ഉണ്ടാവണം വെച്ചാൽ കൃഷ്ണബന്ധുക്കൾ ഉണ്ടാവണേ, സത്സംഗത്തിലിരിക്കാൻ സാധിക്കണേ, ബന്ധമോക്ഷം വരുത്തിയിടേണം ഈശ്വര. അമിതമായിട്ട് ആസക്തി നമ്മുടെ ഉള്ളിൽ നിന്ന് ഇല്ലാണ്ടാക്കണേ ഭഗവാനെ. ഞാൻ എൻ്റെ എന്നുള്ള ഭാവത്തിൽ വരുന്ന ബന്ധങ്ങളിൽ നിന്നൊക്കെ എനിക്ക് മോചനം തരണേ, അമിതമായിട്ടുള്ള ആസക്തി ഇല്ലാണ്ട് ഇരിക്കണേ എന്ന് ഭഗവാൻ പറയണു അല്ലേ. ദേഹബോധമുദിക്കുന്ന നേരത്തും സ്നേഹപാശം മുറുകുന്ന നേരത്തും ഏകബന്ധുവാം ഉണ്ണി ശ്രീകൃഷ്ണൻ്റെ പുഞ്ചിരി എൻ്റെ ചിത്തം കവരണം. ഭഗവാന്റെ പുഞ്ചിരി പല വിധത്തിൽ ഭഗവാൻ പ്രയോഗിക്കും. ബന്ധങ്ങളെ അറക്കുന്ന, ബന്ധങ്ങൾക്ക് വല്ലാണ്ട് ആസക്തി ഉണ്ടായാൽ ആ ആസക്തിയെ നീക്കുന്ന വാളായിട്ട് ഉപയോഗിക്കും. അതുപോലെ ഭഗവാന്റെ ആ പുഞ്ചിരി കൊണ്ട് എല്ലാം മയക്കുന്ന ആ പുഞ്ചിരി കൊണ്ട് ഭഗവാൻ തന്നിലേക്ക് ആകർഷിക്കണു. നമ്മളുടെ ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ പുഞ്ചിരിയാകുന്ന മനോഹരമായ പുഞ്ചിരിയെ കൊണ്ട് താപത്തിനെ, ദുഃഖത്തിൻ്റെ താപത്തിനെ ഇല്ലാണ്ടാക്കിയിട്ട് നമ്മളിലേക്ക് അമൃതവർഷം ചൊരിയണു. അങ്ങനെയാണ് ഭഗവാന്റെ പുഞ്ചിരി ഒരുപോലെയാണ്, പക്ഷെ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അനുഭവപ്പെടുക. അപ്പം അങ്ങനെയുള്ള ആ പ്രേമരൂപിണിയായിട്ടുള്ള ഭക്തി ഹൃദയത്തിലുണ്ടായിരുന്നാൽ അവരുടെ ഹൃദയവും പരിശുദ്ധമായിട്ട് തീരും. അങ്ങനെയുള്ള അവർക്ക് പിന്നെ സ്വപ്നത്തിൽ പോലും യമനെ പേടിക്കേണ്ട ആവശ്യമില്ല. യമലോകത്തേക്ക് പോവില്ല. എവിടെ പോവുള്ളൂ? ആ ഭഗവാനിൽ തന്നെ ചേരുള്ളൂ അല്ലേ. സുധാമത്തിലേക്ക്, ഗോലോകത്തിലേക്ക് ഭഗവാൻ കൂട്ടിക്കൊണ്ടു പോകും. അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം അങ്ങനെയുള്ള ഒരു ഭക്തിഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇപ്പം നോക്കൂ, അതിൻ്റെ ഒരു അറ്റത്ത് പോലും നമ്മൾ എത്തിയിട്ടില്ല. എവിടെയോ ഒരു പ്രേമസാഗരമുണ്ട് എന്ന് ആരോ പറയണ കേട്ടിട്ട് അവിടേക്ക് നമ്മൾ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതുവരെ അതിൻ്റെ തീരത്ത് പോലും എത്തിയിട്ടില്ല. അങ്ങനെയുണ്ട്. അതിൻ്റെ കടലിൻ്റെ ഇരമ്പം പോലും കേട്ട് തുടങ്ങിയിട്ടില്ല. അതിൻ്റെ തീരത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഇരമ്പം കേട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അനുഭവം ഉണ്ടാവും. അതിൻ്റെ തീരത്ത് എത്തിക്കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഭഗവാന്റെ കാരുണ്യമാകുന്ന കാറ്റ് വീശിയിട്ട് അതിൻ്റെ ഒരു തുള്ളിയെങ്കിലും തെറിച്ച് നമ്മുടെ ശരീരത്തിൽ വീഴാം. അവിടേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഈശ്വര കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആദരാവൽ പോട്ടെ, അത് കേൾക്കാനൊരു കൊതി പോലും നമുക്കില്ല. നാളെ ആവാം, മറ്റന്നാളാവാം എന്ന് പറഞ്ഞ് ഈശ്വര കഥകളെ നമ്മൾ നീട്ടി കൊണ്ടുപോകണു. അതിനപ്പുറത്ത് യാതൊരു കാര്യമില്ലാത്ത കാര്യങ്ങൾ അല്ലേ നമ്മൾ ഓരോരുത്തരും അനുഭവം കൊണ്ട് പറയുക അല്ലെ. മൊബൈൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിലിങ്ങനെ നോക്കിയിരുന്ന് വെറുതെ സമയം കാട്ടിക്കളയണം. എത്ര സമയം അങ്ങനെ വെറുതെ പോണേ. ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയണത്, വേറെ ആരുടെയല്ല, എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എത്ര സമയം അങ്ങനെ നഷ്ടമാക്കണം. അപ്പോൾ ഭഗവാൻ നഷ്ടമാക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഭാഗവതം വായിക്കാനായിട്ട്, ഭഗവാന്റെ കഥകൾ കേൾക്കാൻ, ഭഗവാന്റെ കഥകൾ പറയാൻ തോന്നണില്ല. ഭഗവാന്റെ കഥകൾ ഇങ്ങനെ കേൾക്കാൻ തോന്നുക, പറയാൻ തോന്നുക, അതൊന്നും നമുക്ക് ഉണ്ടാവണില്ല. അപ്പം നമ്മൾ ആ പ്രേമത്തിൻ്റെ തീരത്ത് പോലും എത്തിയിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണത്. നമ്മൾ യാത്ര പോലും തുടങ്ങിയിട്ടില്ല. ഇങ്ങനെ യാത്രയാവാൻ ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുകയാണോ എന്ന് തോന്നുന്നു. അതുമല്ല, അത്രയും അങ്ങനെ കാത്തിരിപ്പേ തുടങ്ങിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അത്രയും വിദൂരത്തിലാണ് നമുക്ക് ആ പ്രേമസാഗരത്തിൽ ഒന്ന് മുങ്ങാനായിട്ട്. ഇനി എത്ര ജന്മം വേണ്ടി വരും എന്ന് അറിയില്ല. അപ്പോൾ അതിന് സമയം പാഴാക്കാണ്ട് യാത്ര പുറപ്പെട്ടാലല്ലേ അപ്പം നമുക്ക് അവിടെ എത്താൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഒരാൾ നമുക്ക് വന്ന് പറഞ്ഞു തരുന്നു, ഇവിടുന്ന് ഇപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഏതെങ്കിലും വാഹനം, കാറോ റിക്ഷയോ ബസ്സോ ഏതെങ്കിലും ആയിട്ട് ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്ന് നിൽക്കുക. എന്നിട്ട് ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറിയിട്ട് ആ തിരുവനന്തപുരത്തേക്ക് ഉള്ള ട്രെയിനിൽ കയറിയിരിക്കുക. അവിടെ എത്തുമ്പോൾ ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങുക. അങ്ങനെയാണ് പത്മനാഭസ്വാമി ഒന്ന് കാണാൻ പോകാനേ. അങ്ങനെ അല്ലെങ്കിൽ കാറിലാണ്, ഏതാണ് നമുക്ക് എങ്ങനെയാണ് വെച്ചാൽ നമ്മുടെ സൗകര്യപ്രദമായിട്ട് അതിനെ ഇന്ന രീതിയിലൊക്കെ എത്തിച്ചേരാം എന്ന് ഒരാൾ പറഞ്ഞു തന്നു. പറഞ്ഞു തന്നത് അതിനെ മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അത് പത്മനാഭസ്വാമിയിലേക്ക് എത്താൻ സാധിക്കില്ല. അതിനെ നമുക്ക് പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ നമ്മൾ അവിടെ എത്തുള്ളൂ.
അല്ലേ? അപ്പോൾ യാത്ര പുറപ്പെടാണ്ട് തിരുവനന്തപുരത്ത് എത്താൻ പോകണില്ല. അപ്പോൾ യാത്ര പുറപ്പെടുക തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇതൊക്കെ കേൾക്കണില്ല. അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും, നാമം ജപിച്ചാൽ ഭക്തി ഉണ്ടാവും, നാമം ജപിച്ചോളൂ, നാമം ജപിച്ചോളൂ. ആ ജപിക്കണം, നാളെ തൊട്ട് തുടങ്ങാം എന്ന് വിചാരിച്ച് നാമം ജപിക്കണം. നാമം ജപിക്കുന്നത് നാളെ തൊട്ടാവട്ടെ എന്ന് കുറച്ചും കൂടി ഇന്നലെ കണ്ട കുറച്ച് കാര്യങ്ങളെയും കൂടി കാണാണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിർത്തി വയ്ക്കും. പിന്നെ വേറെ കാണില്ല നിങ്ങൾ ഉറപ്പിക്കുക. അപ്പം മായ പറയും അല്ലേ, ആ മായയുടെ ആ പിടിയിലാണ് നമ്മൾ നിൽക്കണേ. അപ്പോൾ പറയും അതേ അതിൻ്റെ അപ്പുറത്തൊരെണ്ണം കണ്ടോ, അത് ഇതിനേക്കാളും രസമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇത്തിരി നമുക്ക് കാണാം. പറയാം എന്നാൽ അതും കൂടി കഴിഞ്ഞിട്ടാവാം അല്ലേ. നമ്മളപ്പോൾ പിന്നെ എങ്ങനെയാണ് ഭഗവാന്റെ കഥ കേൾക്കുക? ഭഗവാന്റെ കഥ കേൾക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പം ഭക്തി നമ്മളിലുണ്ടോ ഇല്ലയെന്ന് ഇതാ പറയണു. അതിൻ്റെ ആ ലക്ഷണം പറയണു. ഒന്നുകൂടി അത് പറയണം. ആനന്ദം കൊണ്ട് കണ്ണിൽ നിന്ന് ജലം ഇങ്ങനെ ധാരധാരയായിട്ട് ഒഴുകുക, ഹൃദയം ദ്രവിച്ചിട്ട് ആ വാക്കുകളൊക്കെ ഭഗവാന്റെ കഥകൾ പറയുമ്പോൾ ഇടറുക. ഞാൻ അറിയണ ഒരു മാമി ഉണ്ടായിരുന്നു കോട്ടയ്ക്കൽ. ഒരിക്കലൊരു ചികിത്സയ്ക്ക് പോയപ്പോൾ ഒരു മാമിയെ കണ്ടുമുട്ടി. ആ മാമി നന്നായി പാടും, ആ കർണാടക സംഗീതമൊക്കെ നന്നായിട്ട് പാടുന്ന മാമിയാണ്. ഞാൻ പറഞ്ഞു ഒരു പാട്ട് കൃഷ്ണനെ കൃഷ്ണാന്ന് വിളിക്കണ ഒരു പാട്ട് പാടാൻ പറഞ്ഞു. മോളെ അത് മാത്രം എനിക്ക് പാടാൻ പറ്റില്ല, എനിക്ക് കൃഷ്ണാന്ന് നീട്ടി വിളിക്കാൻ പറ്റില്ല. ഒരു തവണ വിളിക്കുമ്പോഴേക്കും ആ മാമിയുടെ ശബ്ദമൊക്കെ ഇടറി കണ്ണൊക്കെ നിറഞ്ഞ് പിന്നെ ആ ഗദ്ഗതം കൊണ്ട് മിണ്ടാൻ പറ്റാണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മാത്രം എനിക്ക് പറ്റില്ല, കൃഷ്ണനെ ഉറക്കെ വിളിക്കാൻ എനിക്ക് പറ്റണില്ല, ഞാൻ കുറേ പരിശ്രമിച്ച് നോക്കിയെന്ന് പറയും. അപ്പോൾ അവരുടെയൊക്കെ കാലിലൊക്കെ അവരുടെയൊക്കെ ദർശനം കൊണ്ടായിരിക്കാം നമുക്ക് ഈ ഭാഗവതമൊക്കെ ഒന്ന് തൊടാനെങ്കിലും പറ്റിയതെന്നാണ് എനിക്ക് തോന്നണേ. അപ്പം അങ്ങനെയുള്ളവരുണ്ട്, ഇല്ലായി ഒന്നുമില്ല. അങ്ങനെ ആ പ്രേമരൂപിണിയായിട്ടുള്ള ഭക്തി ആരുടെ ഹൃദയത്തിലാണ് ഉള്ളത് അവർക്ക് ജനന മരണങ്ങളില്ല, യമനെ പേടിക്കണ്ട എന്നതാ ഇവിടെ പറയണു. ന പ്രേതോ ന പിശാചോ വാ രാക്ഷസോ വാ സുരോപി വാ. ന പ്രേതോ ന പിശാചോ വാ രാക്ഷസോ വാ അസുരോപി വാ. ഭക്തിയുക്തമനസ്കാനാം സ്പർശനേന പ്രഭുർഭവേത്. പ്രേതം പിശാച് അസുരനും രക്ഷസും ശക്തനായി വരാ. തൊടുവാൻ പോലും മനസ്സിൽ ഭക്തിയുള്ള ജനങ്ങളെ. പ്രേതം പിശാച് അസുരനും രക്ഷസും ശക്തനായി വരാ. തൊടുവാൻ പോലും മനസ്സിൽ ഭക്തിയുള്ള ജനങ്ങളെ. ആ ഭക്തിയുള്ളവരെ എന്തുണ്ടാവില്ല, ആരുടെ മനസ്സിലാണോ ആ അതുപോലെ ഉറച്ചിട്ടുള്ള പരമമായിട്ടുള്ള ആ പ്രേമഭക്തി ഉള്ളത്, ആ പ്രേമസ്വരൂപിണിയായിട്ടുള്ള ഭക്തി ആരുടെ ഹൃദയത്തിലാണോ ഉള്ളത് അങ്ങനെ ഇരിക്കുന്നവരെ സ്പർശിക്കാൻ ആ പ്രേതം പിശാച് രാക്ഷസൻ അസുരൻ എന്നുള്ളതൊക്കെ തന്നെ ഇതൊക്കെ അങ്ങനെ നമ്മൾ പറയുന്ന പോലെയുള്ള ഭാവങ്ങളുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ആസുരികമായിട്ടുള്ള പൈശാചിക ഭാവം, ആസുരിക ഭാവം, രാക്ഷസീയ ഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇല്ലാണ്ടാവും എന്നാണ് പറയുന്നത്. ഇതൊന്നും പുറമേന്ന് വന്ന് നമ്മളെ ആക്രമിക്കുന്നതൊന്നുമല്ല, നമ്മുടെ ഉള്ളിലുള്ള ഭാവങ്ങളാണ്. ആസുരിക ഭാവം, പൈശാചിക ഭാവം അല്ലേ, മറ്റുള്ളവരെയൊക്കെ ദ്രോഹിക്കുക, മറ്റുള്ളവരെയൊക്കെ വിഷമിക്കുക, മറ്റുള്ളവരെ കണ്ണുനീര് കണ്ടാലും ഹൃദയം മലിയാണ്ട് ധാർഷ്ട്യത്തോട് കൂടിയിട്ട് ഇരിക്കുന്നവർ, നമ്മുടെ സുഖത്തിന് വേണ്ടി മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവർ, അതുപോലെ സ്വന്തം കാര്യത്തിന് വേണ്ടി എന്തിനേയും കൊല്ലാനും ഒന്നും മടിയില്ലാത്തവരായിട്ടുള്ള അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള നമ്മുടെ ഉള്ളിലുള്ള ഭാവങ്ങളുണ്ടല്ലോ, അത് ആ മാനുഷിക ഭാവം വെടിഞ്ഞിട്ട് ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. അതെല്ലാം ഇല്ലാണ്ടായിട്ട് മനസ്സ് പരിശുദ്ധമായിട്ട് ഭക്തി ഉള്ളിലുണ്ടായാൽ മനസ്സ് പരിശുദ്ധമായിട്ട് പോകണം. ബാക്കിയെല്ലാം അലിഞ്ഞ് ഇല്ലാണ്ടാവണമെന്ന് പറയാം. എങ്ങനെയാണോ അഗ്നിയിൽ ഹോമിച്ചതുപോലെ എല്ലാം ഇല്ലാണ്ടാവുക ചെയ്യണത്. അപ്പം അത് പറയണു ഇവിടെ. ന തപോർഭിന്ന വേദൈശ്ച ന ജ്ഞാനേനാപി കർമ്മണ ഹരിർഹി സാധ്യതേ ഭക്ത്യാ പ്രമാണം തത്ര ഗോപിക.
തപോ വേദജ്ഞാനകർമ്മ വശ്യനല്ലെങ്കിലും ഹരി ഭക്തിക്കുടൻ വഴങ്ങുന്നു തെളിവോ ഗോപകന്യമാർ പറയാണ്. ആ തപസ്സില്ലാണ്ട് തപസ് അതുപോലെ തപസ്സുകൾ കൊണ്ടോ ഋഗ്വേദികളായിട്ടുള്ള വേദങ്ങളെ അഭ്യസിക്കുന്നത് കൊണ്ടോ വേദാന്ത വാക്യങ്ങളൊക്കെ വിചാരം ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടോ അതുപോലെ ശ്രൗതസ്മാർത്ഥ അനുഷ്ഠാനങ്ങളെ കൊണ്ടോ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇത് പറയുമ്പോൾ ഇതൊന്നും വേണ്ട, ഇതൊന്നും ഒക്കെ ആവശ്യമില്ല എന്നല്ല. ഇതൊക്കെ ചെയ്യുമ്പോഴും ആ ഭക്തിയോട് കൂടിയിട്ടല്ലാണ്ട് ഇതൊക്കെ ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല. ഭക്തിയോട് കൂടിയിട്ട് എന്ത് ചെയ്താലും അത് പ്രയോജനം. ഇതൊന്നും ചെയ്തില്ലെങ്കിലും ഉള്ളിൽ ഭക്തി. അതാണ് പറഞ്ഞത്, ഇത് ചെയ്യണ്ട എന്നല്ല. ഋഗ്വേദാദി വേദങ്ങളെയൊക്കെ അഭ്യസിക്കുക വെച്ചാൽ എന്തിനു വേണ്ടിയിട്ട്? ഇത് ഭഗവാനെ പറ്റി അറിയാൻ, ഇത് ഭഗവാന്റെയാണ് എന്നുള്ള ഭാവത്തോടു കൂടി. ഇപ്പോൾ ഭാഗവതമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രത്യക്ഷ രൂപമാണ് ഓരോ വാക്കുകളിലും ആ ഭഗവാൻ നിറഞ്ഞിരിക്കുന്നു. ഇത് വായിക്കുമ്പോൾ ആ അക്ഷരങ്ങളായിട്ട് നമ്മുടെ ഉള്ളിൽ ആ ഈശ്വരഭാവമായ ഹരി ആണ് നിറയണത്. ഹരി അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഭക്തി ഉണ്ടാവണം എന്നുള്ള ഭാവത്തോട് കൂടിയിട്ടാണെങ്കിലൊക്കെ ശ്രേഷ്ഠമാണ്. അതല്ലാണ്ട് വെറുതെ ഇതൊക്കെ ചെയ്തത് കൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ ആ ഭഗവാനെ പ്രസാദിപ്പിക്കണമെങ്കിൽ എന്താ? ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ ആ സാക്ഷാൽ ശ്രീഹരി പ്രസാദിക്കുള്ളൂ. ആ ശ്രീഹരിയുടെ പ്രസാദം ലഭിക്കണമെങ്കിൽ ഭക്തി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് പ്രമാണം പറയണത് ഗോപികമാരെയാണ്. അല്ലെ, പാലും വെണ്ണയൊക്കെ വിറ്റ് നടക്കുന്ന ഇടയ പെൺകുട്ടികളായിരുന്നു ആ ഗോപികമാർ. അവർക്ക് ആ ശ്രീകൃഷ്ണനിൽ പ്രേമഭക്തി ഉണ്ടായി. അല്ലേ, ആദ്യം ആ ഗോപികമാർക്ക് എന്താ ഭക്തി ഉണ്ടായി? ആദ്യം ഭക്തിയല്ല ഉണ്ടായത്. അവർക്ക് അവിടെ ആ ഒരു പരസ്പരം സ്നേഹം ഉണ്ടാവുക. ആ സ്നേഹമാണ്. അല്ലേ, നമ്മൾ മലയാളത്തിലെ കവിതയിൽ തന്നെ നമ്മളില്ലേ, സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു, സ്നേഹം താൻ. അല്ലേ, അത് പഠിച്ചിട്ടില്ലേ? മുഴുവനും എനിക്കതങ്ങോട്ട് ഓർമ്മ കിട്ടണില്ലേ ആ സ്നേഹം. അപ്പോൾ ആ സ്നേഹത്തിൽ നിന്നാണ് ലോകം ഉദിക്കുന്നത് തന്നെ. ആ സ്നേഹത്തിൽ നിന്നാണ്. ആ സ്നേഹം കൊണ്ടാണ് വൃദ്ധി തേടുന്നത്. പരസ്പരം സ്നേഹിക്കാൻ കഴിയുക. അങ്ങനെ ആ ഗോപികമാർ ആ ഇടയ കുടുംബങ്ങളിലുള്ളവരെല്ലാം പരസ്പരം സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഒരുമയോടുകൂടി കഴിഞ്ഞു കൂടുന്നവരാണ്. അപ്പോൾ അവരുടെയൊക്കെ നേതാവായിട്ടുള്ള ആ നന്ദഗോപരുടെ പത്നിക്ക് മക്കളില്ലാണ്ടുള്ള ദുഃഖം വന്നിട്ട് ആ യശോദയ്ക്ക് ഗർഭമുണ്ടായി എന്ന് കേട്ടപ്പോൾ തനിക്ക് ഗർഭമുണ്ടായി, തൻ്റെ വീട്ടിൽ ഒരു ഉണ്ണി ഉണ്ടാവാൻ പോകണു എന്നുള്ള സന്തോഷമായിരുന്നു. എല്ലാവർക്കും അങ്ങനെയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ആ ഗോപികമാരിതാ യശോദ പ്രസവിച്ചു എന്ന് കേട്ടപ്പോൾ ആ കുട്ടിയെ കാണാനായിട്ട് അവരിതാ സാധാരണ പെൺകുട്ടികളെ പോലെ, അതെ, നമ്മളൊരു വീട്ടിലൊരു വിശേഷം ഉണ്ടാകുമ്പോൾ നമ്മളെങ്ങനെയാണോ അണിഞ്ഞൊരുങ്ങി അതിസുന്ദരിമാരായിട്ട് എല്ലാവരെക്കാളും കൂടുതൽ ഭംഗി എനിക്ക് ഉണ്ടാവണം, എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം എന്നുള്ള ഭാവത്തിൽ അണിഞ്ഞൊരുങ്ങിയിട്ട് ആ യശോദയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. തനിക്ക് അത്രയും സന്തോഷത്തോടു കൂടിയിട്ട് എല്ലാവരും ആഘോഷമാക്കി തീർത്തു. അവരുടെ വീട്ടിലെ ആ ജന്മോത്സവമാക്കി തീർത്തു. അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടിയിട്ട്. പണ്ട് കാലത്ത് നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു, അല്ലെ, ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് പറഞ്ഞാൽ അപ്പുറത്തുള്ളവരും ഇപ്പുറത്തുള്ളവരൊക്കെ ഓടി വന്ന് കുട്ടിയെ കാണാനും എല്ലാ കാര്യത്തിനൊക്കെ അവരെപ്പോഴും ഉണ്ടാവും. ആ പ്രസവിച്ചൊക്കെ കിടക്കുന്ന വീടുകളിൽ എപ്പോഴും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇവരുടെ അടുത്തിരിക്കാനും കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ ആയിട്ട് ആൾക്കാർ നിറയെ ഉണ്ടാവും. ഇന്നാണ് അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്. അതെന്തുകൊണ്ടാണ് അതൊക്കെ നഷ്ടപ്പെടാൻ കാരണം? നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം, സ്വാർത്ഥത കൊണ്ട് സ്നേഹമൊക്കെ ഇല്ലാണ്ടാവുക നമ്മുടെ ഉള്ളിൽ. നമ്മുടെ സ്വന്തം കാര്യം മാത്രമാണ് നമ്മളിപ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. എനിക്ക് സുഖമാവണം, എൻ്റെ കാര്യം ശരിയാവണം. അങ്ങനെ അവനവനിലേക്ക് മാത്രം ഒതുങ്ങുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് പറ്റാണ്ട് പോവുക ചെയ്യണേ. അപ്പോൾ അവിടെ മറ്റോടത്ത് എന്താ, ഗോപികമാർക്ക് ആ സ്നേഹം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ആ സ്നേഹത്തിനേതാ ആ ഭഗവാനിലേക്ക് ഒഴുക്കിയപ്പോൾ സ്നേഹം പരമമായ പ്രേമമായിട്ട് തീർന്നു. ആ പ്രേമഭക്തി അവർക്കുണ്ടായി. എല്ലാവരും, ഇപ്പോൾ ഗോപികമാർ എല്ലാവരും കൂടിയിട്ടാണ് കാർത്യായനി ദേവിയെ പൂജ ചെയ്തത്. അല്ലേ, നമ്മൾ ഇന്ന് കാണുന്ന
ഇന്ന് പറയുന്ന രീതിയിലാണ് ലൗകിക ദൃഷ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരാളേക്ക് ഒരു ഭർത്താവ് വേണമെന്നുണ്ടെങ്കിൽ അവർ പോയിട്ടാണ് ആ വ്രതം എടുക്കുക അല്ലേ. അപ്പം നമ്മൾ പിന്നെ കേവലം 12 വയസ്സായ ഒരു ഉണ്ണിയാണ് കണ്ണൻ. ആ കണ്ണനെ ഭർത്താവായിട്ട് കിട്ടണമെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ആ ഭർത്തൃഭാവമല്ല അവിടെ. ഞങ്ങൾക്ക് ആ മഹത്വം മനസ്സിലാക്കി എങ്ങനെയും ഏതൊരു വിധത്തിലാണോ തങ്ങളുടെ സ്നേഹം ഭഗവാനിലേക്ക് ഒഴുകിയത്, അത് ഒഴുകും തോറും ആ ഭഗവാനെ അനുഭവമായിട്ട് തീർന്നു. ശ്രീകൃഷ്ണനെ അവർക്ക് അനുഭവിക്കാൻ സാധിച്ചു. ആ കൃഷ്ണാനുഭവം വിട്ടുപോകാണ്ട് എന്നും ഞങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാവണം എന്നുള്ള ഭാവത്തിൽ എല്ലാവരും കൂടിയിട്ട് ആ പ്രായഭേദമന്യേ 12 വയസ്സുള്ള പെൺകുട്ടി മുതൽ 90 വയസ്സുള്ള മുത്തശ്ശി വരെ ആ ഗോപികായൂഥത്തിലുണ്ടായിരുന്നു എന്നാണ് പറയണേ. അവരെല്ലാവരും കൂടി ഒരുമിച്ച് തന്നെ കാത്യായനിയുടെ അടുത്ത് ചെന്നിട്ട് ഇതാ പ്രാർത്ഥന, അവരേതാ മണ്ണിൽ ദേവിയുടെ രൂപം ഉണ്ടാക്കിയിട്ട് ആ കാത്യായനിയായിട്ട് സങ്കല്പിച്ചിട്ട് അവരിതാ ആ യമുനയുടെ മണൽത്തിട്ടയിലിരുന്ന് ഉറക്കെ പ്രാർത്ഥിച്ചു. കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമ. ഞങ്ങൾക്ക് ഭർത്താവായിട്ട് വരണമെന്ന് എന്നും ഞങ്ങൾക്കെന്നും സംരക്ഷണം ആരാവണം? ഭഗവാനാവണം എന്നത് ആ ഗോപികമാർ പ്രാർത്ഥിച്ചു. ആ ഗോപികമാർക്ക് അല്പാൽപ്പം നിലനിന്നുകൊണ്ടിരുന്നത് നേരത്തെ പറഞ്ഞല്ലേ, അവരവരുടെ സൗന്ദര്യം, ആ സൗന്ദര്യത്തിൽ ബോധം വല്ലാണ്ട് ശരീരബോധം ഉണ്ടാകുമ്പോഴാണ് വേഷാലങ്കാരങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് വരിക. എത്ര ഒരുങ്ങിയാലും മതിയാവാത്തത് എന്താ? ആ ശരീരബോധം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ ശരീരബോധം കൊണ്ട് ഉള്ളിടത്തോളം കാലം, ഞാൻ ഈ ശരീരം എന്നുള്ള ബോധം ഉള്ളിടത്തോളം കാലം പൂർണ്ണമായിട്ടും ഈശ്വര സാക്ഷാത്കാരം ലഭിക്കാൻ പറ്റില്ല, കൃഷ്ണനെ പൂർണ്ണമായിട്ടും അനുഭവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ശരീരമല്ല ഞാൻ, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ഞാൻ, നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ആത്മാവ് ഞാൻ തന്നെയാണ് എന്നുള്ള സത്യത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ ഭൗതികമായ ഭാവത്തിൽ പറയണ വസ്ത്രാപഹരണ ലീല എന്ന്. വസ്ത്രങ്ങളൊക്കെ എങ്ങനെയാണ് പല വിധത്തിലുള്ള ആ വസ്ത്രങ്ങളൊക്കെ നമ്മൾ ധരിക്കുന്നത് നമ്മുടെ ശരീരത്തിനെ മോടി പിടിപ്പിക്കാൻ. അപ്പം ശരീരത്തിനോട് ഉള്ള അമിതമായ പ്രേമം ഉണ്ടെങ്കിൽ ഈശ്വരനെ കിട്ടില്ല എന്നാണ് ആ ലീലയിലൂടെ മനസ്സിലാക്കി തരണതേ. അപ്പം അത് ആ ഭഗവാന് വേണ്ടി എന്തുപേക്ഷിക്കാനും ആ ഗോപികമാർ തയ്യാറായി എന്നുള്ളതാണ്. ഭഗവാൻ പറഞ്ഞു ഇതൊന്നും ഇല്ലാണ്ട് വരുമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക്, കാരണം ശരീരബോധം നഷ്ടപ്പെട്ടിട്ട് ഇല്ലാണ്ടായിട്ട് അവർ ഈശ്വരൻ്റെ അടുത്ത് ചെന്നിട്ട് സമർപ്പണം ചെയ്തു എന്നൊക്കെയാണ് അതിൻ്റെയൊക്കെ ഒരു താല്പര്യം. അപ്പം അങ്ങനെയുള്ള ആ ഗോപികമാരെയാണ് ഇവിടെ പ്രമാണം പറയണത്. ആ ഭക്തിയുടെ പ്രമാണമായിട്ട് പറയണത് ആ ഗോപികമാരാണ്. അപ്പോൾ ആ ഭക്തി കൊണ്ട് മാത്രമേ ഉള്ളൂ അതിൽ ആ ഗോപികമാരാണ് പ്രമാണമായിട്ട് പറയണത്. നൃണാം ജന്മസഹസ്രേണ ഭക്തോ പ്രീതിർഹി ജായതേ കലൗ ഭക്തി ഭക്ത്യാ കൃഷ്ണപുരസ്ഥിത. നരർ ജന്മസഹസ്രത്താൽ ആർജിപ്പൂ ഭക്തിയിൽ സുഖം, കലിയിൽ ഭക്തിയാൽ കൃഷ്ണൻ പ്രത്യക്ഷൻ ശുദ്ധഭക്തിയാൽ. പറയാണ് മനുഷ്യന്മാർക്ക് ജന്മസഹസ്രം, 1000 ജന്മം എന്ന് പറഞ്ഞാൽ, 1000 എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ കൂടിയുണ്ട്. അതിൻ്റെ കൃത്യം 1000 അല്ല, അനേകം, എണ്ണമില്ലാത്തതെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത്രയും അനേകായിരം ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം കൊണ്ടാണ് ഭക്തിയിൽ ആനന്ദം ഉണ്ടാവുള്ളൂ എന്നാണ് പറയണേ. ആ ഭക്തിയിൽ ആനന്ദം ഉണ്ടാവുള്ളൂ. അപ്പോൾ കലിയുഗത്തിൽ ആ ഭക്തി തന്നെയാണ് ഉത്തമമായിട്ടുള്ള സാധനാ മാർഗം. ഭക്തിയുടെ അപ്പുറത്തും വേറൊരു സാധനാ മാർഗം ഇല്ല. അതുകൊണ്ട് ഭക്തി കൊണ്ട് ആ കലികാലത്ത് ശ്രീകൃഷ്ണനെ പ്രത്യക്ഷനായിട്ട് തന്നെ മുന്നിൽ കാണാൻ സാധിക്കും എന്ന് പറയണു. അപ്പോൾ ഈ പ്രത്യക്ഷനായിട്ട് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നമ്മൾ സങ്കല്പിച്ചൊരു രൂപമൊക്കെ ഉണ്ട്. ആ രൂപം ആവണം എന്നില്ല. നമ്മുടെ ഓരോ ഘട്ടത്തിൽ നമ്മുടെ അടുത്തേക്ക് നമുക്കത് തിരിച്ചറിയാൻ കഴിയും, ഇത് ഭഗവാനാണ് എന്ന്. കാരണം ഈ ആവേശ അവതാരം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആവേശിച്ച്
നമ്മുടെ മുമ്പിലേക്ക് പല സമയത്തും ആ ഭഗവാൻ വരുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ആ ഭക്തി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ യാദൃശ്ചികം മാത്രം. അതിൻ്റെ ഉള്ളിലുള്ള അതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഭഗവാൻ മുന്നിൽ വന്ന് നിന്നാലും മനസ്സിലാവില്ല. അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ആ ഭക്തി കൊണ്ട് മാത്രമേ ആ ശ്രീകൃഷ്ണനെ അനുഭവിക്കാൻ സാധിക്കുന്നുള്ളൂ എന്നതാ ഇവിടെ പറയണം. ഭക്തിദ്രോഹകരായ തേ സീതന്തി ജഗത്രയേ ദുർവാസ ദുഃഖമാപന്ന പുരാ ഭക്തിവിനിന്ദകാൻ. ഭക്തിയെ ദ്രോഹിച്ചിടുകിൽ ദുഃഖിക്കും ത്രിജഗത്തിലും കരഞ്ഞില്ലേ പണ്ടു ദുർവാസാവും ഭക്തി വിനിന്ദയാൽ. ഇപ്പം പറയണു അത് ആ ഭക്തിയെ ദ്രോഹിക്കുക വെച്ചാൽ ആ ഭഗവാനോട് മനസ്സ് ചേർത്ത് വെച്ച് ഇരിക്കുന്ന ആ ഭക്തന്മാരെ ആരെങ്കിലും നിന്ദിക്കുക, ഭക്തിയൊക്കെ നിന്ദിക്കുക ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെയുള്ളവരെ ഭക്തന്മാരെ ഏതെങ്കിലും വിധത്തിൽ നിന്ദിക്കുക, അവരെ സങ്കടപ്പെടുത്തുക, വേദനിപ്പിക്കുക. കാരണം അവർക്ക് വേറൊരു ചിന്തയില്ല. അവർക്ക് ആകെ കൂടി ഈശ്വര ചിന്തയേ ഉള്ളൂ. ഈശ്വര കഥകൾ പറയണം, നാമം ജപിക്കണം. അങ്ങനെ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളെ കൊണ്ട് അവരുടെ മനസ്സിനെ ദുഃഖിപ്പിച്ചാൽ അവർക്കങ്ങനെ ദുഃഖം വരില്ല. തീവ്രമായ ആ ഭാവമാണെങ്കിൽ അവർക്ക് ദുഃഖമൊന്നും വരില്ല. എന്നാലും അവർക്ക് എന്തെങ്കിലും വിധത്തിൽ ദുഃഖം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തേ ഉണ്ടാവുക? ആ ഈശ്വരനോട് ചേർന്നിരിക്കുന്ന അതിന് ച്യുതി ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ കർമ്മച്യുതി, അവിടെ ച്യുതി സംഭവിക്കും. ഈശ്വരനെ പറ്റി ചിന്തിച്ചിരിക്കുന്നവരുടെ മനസ്സ് വികലമായി കഴിഞ്ഞാൽ അവർക്ക് ഈശ്വരനെ വേണ്ടതുപോലെ ഭജിക്കാനോ നാമം ജപിക്കാനോ ഒക്കെ പറ്റാണ്ട് വരും. അവിടെ ആ ച്യുതി വരുമ്പോൾ അത് എന്തു ചെയ്യും? അവർ ദുഃഖിക്കാനായിട്ട് വരും. അവർ 3 ലോകത്ത് ചെന്നാലും അവർക്ക് ഗതി ഉണ്ടാവില്ല. ആരെ ആശ്രയിക്കേണ്ടി വരും? ആ ഭക്തനെ തന്നെ ആശ്രയിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ അവരുടെ ദുഃഖം തീരുള്ളൂ. പല വിധത്തിലല്ല ഇന്നും പലരും നമുക്ക് കാണാം. പല വിധത്തിൽ ഓരോരോ കാര്യങ്ങളെ കൊണ്ട് ഓരോരോ അമ്പലങ്ങളിൽ പോകണു, ആ വഴിപാട് കഴിക്കണു, ഈ വഴിപാട് കഴിക്കണു, അങ്ങനെ ചെയ്യണു ഇങ്ങനെ ചെയ്യണു, എന്നിട്ടൊന്നും ദുഃഖം കുറയണില്ല അല്ലേ? ഇതുപോലെ ഭക്തന്മാരെ നിന്ദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭക്തന്മാരെ നമസ്കരിച്ച് അവരുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ അത് ഇല്ലാണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്നിട്ട് അവിടെ ഉദാഹരണത്തിൽ പറയണു ദുർവാസാവിൻ്റെ ആ കഥ. ദുർവാസാവിനെ വച്ചിട്ട് ഭഗവാൻ ആടിയ ലീല. അതായത് അംബരീഷ മഹാരാജാവിൻ്റെ ഏകാദശി വ്രതം മുടക്കാനായിട്ട് ആ ഇന്ദ്രൻ പറഞ്ഞതനുസരിച്ചിട്ട് ദുർവാസാവ് ചെന്നിട്ട് അവസാനം ആ ദുർവാസാവിനെ അംബരീഷൻ്റെ പാദത്തിൽ തന്നെ ശരണം പ്രാപിക്കേണ്ടി വന്നു ആ ഭഗവാന്റെ സുദർശന ചക്രത്തിൽ നിന്ന് രക്ഷ നേടാൻ. ആ കഥകളൊക്കെ നവമസ്കന്ധത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ അംബരീഷൻ്റെ കഥയിൽ ദുർവാസാവ് പോലും ആ ഭക്തി, അപ്പോൾ ദുർവാസാവ് എന്തുകൊണ്ടാണ് അങ്ങനെ ഇത്രയും അറിവുള്ള ആൾ ഭക്തി നിന്ദ ചെയ്തതെന്ന് ചോദിച്ചാൽ അത് നിന്ദിക്കലല്ല. ഭഗവാൻ ദുർവാസാവിനെ നിമിത്തമാക്കി നമുക്ക് കാണിച്ചു തരികയാണ്. ഭക്തനെ നിന്ദിച്ചാൽ, കാരണം ദുർവാസാവിന് ദുരഭിമാനമൊന്നുമില്ല. നമുക്കേ ദുരഭിമാനമുള്ള ഒരാളോടൊരു തെറ്റ് ചെയ്താൽ അവരോടൊന്നും ക്ഷമ ചോദിക്കാൻ നമുക്ക് പറ്റില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ചെയ്ത് ശരി തന്നെയാണ്, എൻ്റെ ഭാഗം ശരി തന്നെയാന്ന് പറഞ്ഞിട്ടിരിക്കാനേ നമുക്ക് തോന്നുള്ളൂ. നമുക്ക് ആരുടെ മുമ്പിലും താഴാൻ പറ്റില്ല, ക്ഷമ ചോദിക്കാൻ പറ്റില്ല. ദുർവാസാവിന് അങ്ങനെയല്ല. ദുർവാസാവ് പറഞ്ഞു, ദുർവാസാവിനോട് ഇങ്ങനെ ഒരു കാര്യം ഇന്ദ്രൻ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ദുർവാസാവിനെ അറിയായിരുന്നു അംബരീഷ മഹാരാജാവിനെ അവിടെ എതിർത്താൽ ഉണ്ടാവുന്നത് എന്താന്ന്. പക്ഷേ ദുർവാസാവിന് അതിൽ സന്തോഷം ഉണ്ടായത് എന്താ? ഭക്തനെ നമസ്കരിക്കാൻ ഒരവസരം കിട്ടും. അവസാനം ഇത് ആ ഭക്തൻ്റെ പാദത്തിൽ നിന്ന് നമസ്കരിക്കേണ്ടി വരും. അപ്പം നമസ്കരിക്കാൻ ഒരവസരം കിട്ടും. അങ്ങനെയുള്ള അവസരങ്ങളൊന്നും മഹാത്മാക്കൾ വെറുതെ കളയില്ല. അങ്ങനെ ഭക്തോത്തമനായിട്ടുള്ള അംബരീഷനെ ചെന്ന് നമസ്കരിച്ചപ്പോൾ ആ അംബരീഷനാണ് ആ സുദർശന ചക്രത്തെ ശാന്തനാക്കിയിട്ട് പറഞ്ഞയച്ചത്. അപ്പോൾ എന്നിട്ടും ദുർവാസാവ് വെറുതെ ഇരിക്കുകയല്ല ചെയ്തത്. ദുർവാസാവ് എന്താ ചെയ്തേ? അതേ, ആരും ഭക്തന്മാരോട് എതിരിടരുത് കേട്ടോ. ഭക്തിയുള്ളവരുടെ അടുത്ത് അവരെയൊക്കെ വിഷമിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്താൽ എൻ്റെ അനുഭവം കണ്ടില്ലേ, ഇതാണ് കേട്ടോ എന്ന് പറഞ്ഞ് പാടി നടന്നു എന്നാ. തനിക്കൊരബദ്ധം പറ്റിയാൽ ആരും അറിയാണ്ട് മിണ്ടാണ്ട് കഴിച്ചു വിട്ടൂല്ലേ? മറ്റുള്ളവരോടൊന്നും പറയാണ്ട് നമ്മൾ മിണ്ടാണ്ട് കഴിച്ചു വിട്ടണവരാ നമ്മളൊക്കെ. പക്ഷെ ദുർവാസാവ് അങ്ങനെയല്ല. ദുർവാസാവ് ഉറക്കെ അത് വിളിച്ച് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ആ ദുർവാസാവ്. അപ്പം അതുകൊണ്ട് പറയണു, ഭക്തന്മാരെ വേദനിപ്പിച്ചാൽ അത് ഒരിക്കലും ഭക്തിയുള്ളവരെ അവരെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് പറയണു. ഹരേ കൃഷ്ണ.
അടുത്ത ശ്ലോകം നോക്കാം. അലം ഹൃദൈരലം തീർത്ഥൈരലം യോഗൈരലം മഖൈ അലം ജ്ഞാനകഥാലാപൈർ ഭക്തിരേകൈവ മുക്തിദാ. അലം ഹൃദൈരലം തീർത്ഥൈരലം യോഗൈരലം മഖൈ അലം ജ്ഞാനകഥാലാപൈർ ഭക്തിരേകൈവ മുക്തിദാ. മദീവൃതം മദീതീർത്ഥം മദീയോഗം മദീമഖം മദീജ്ഞാനകഥാലാപം ഭക്തിമാത്രം വിമുക്തിദം. പറയണു, യാഗാനുഷ്ഠാനങ്ങൾ, വ്രതാനുഷ്ഠാനങ്ങൾ, തീർത്ഥസ്നാനങ്ങൾ, യോഗാഭ്യാസങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതെല്ലാം ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല. അതൊന്നും ചെയ്യാൻ സാധിച്ചില്ലേ, ചെയ്യണ്ട. ഭക്തിയോട് കൂടിയിട്ട് ഭഗവാന്റെ നാമം ജപിക്കുക മാത്രം ചെയ്താൽ മതി. അതുകൊണ്ട് മുക്തിയെ സിദ്ധിക്കും. ബാക്കിയുള്ളതൊന്നും വേണമെന്നില്ല. അത് പ്രത്യേകിച്ച് കലികാലത്ത് ഇതൊന്നും വേണ്ട. കലികാലത്ത് എന്തേ വേണ്ടു? ഭക്തിയോട് കൂടിയിട്ട് ഈശ്വരനാമം ജപിച്ചാൽ മാത്രം മതി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഭക്തന്മാരെ സേവിക്കുക. അതാണ് ഭഗവാൻ ഈശ്വര സേവ എന്ന് പറയുന്നത്. അവരെ സേവിക്കാൻ സാധിച്ചില്ലെങ്കിലും ഭക്തന്മാരെ നിന്ദിക്കാണ്ടും വേദനിപ്പിക്കാണ്ടൊക്കെ ഇരിക്കുക. അതും ഭക്തി വർദ്ധിക്കാനുള്ള കാരണവും. അപ്പോൾ ഭക്തി ഉണ്ടാവാൻ അതൊരു കാരണവും. ഭക്തി ഉള്ളവരുടെ അടുത്ത് നിന്നല്ലേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ, അല്ലേ? നമുക്കിപ്പോൾ ഒരാൾക്ക് ധനമുള്ള ഒരാളുടെ അടുത്ത് ചെന്നിട്ടാണ് 10 രൂപ കടം മേടിക്കാൻ പറ്റുള്ളൂ. ഇല്ലാത്തവരോട് ചെന്ന് ചോദിച്ചാൽ അവർക്ക് തരാൻ പറ്റുമോ? അപ്പോൾ ഭക്തന്മാരുടെ അടുത്ത് ചെന്ന് അവർക്ക് സേവ ചെയ്യുമ്പോൾ അവരുടെ മനസ്സ് സന്തോഷിക്കണു. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള സ്നേഹം നമ്മളിലേക്ക് പകർന്നു വരുന്നു. ആ സ്നേഹമാണ് പിന്നീട് പരമമായ ഭക്തിയായിട്ട് ഉരുത്തിരിഞ്ഞു വരണത്. നമുക്ക് ആ സ്നേഹം മാത്രമാണ്. അപ്പോൾ അവരെ സ്നേഹിക്കുക. ഭക്തന്മാരെ നമ്മൾ കറകളഞ്ഞ് സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരും അതുപോലെ ആത്മാർത്ഥമായിട്ടുള്ള അവരുടെ സ്നേഹമൊക്കെ ആത്മാർത്ഥമാണ്. നമ്മുടെ പോലെ അല്ല ഭക്തന്മാരെ. ഇങ്ങോട്ട് സ്നേഹിച്ചാലേ അങ്ങോട്ട് സ്നേഹിക്കുള്ളൂ എന്നൊന്നുമില്ല. പക്ഷേ അവർ സന്തോഷിക്കുമ്പോൾ അവർക്ക് പരിചര്യ ചെയ്യുമ്പോൾ അതിലവർക്ക് സന്തോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലിരുന്ന് ആരാണ് സന്തോഷിക്കുന്നത്? ഭഗവാനാണ് സന്തോഷിക്കുന്നത്, അല്ലേ? അപ്പോൾ അവരിലൂടെ അവരുടെ സ്നേഹം നമുക്കൊക്കെ പകർന്നു കിട്ടും. ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ നമുക്കും അവരെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനും ഒക്കെ നമുക്കും സാധിക്കും. ആ സ്നേഹം പ്രേമമായിട്ട് മാറിയിട്ട് രൂപാന്തരപ്പെട്ടിട്ട് അത് ഭഗവാനിനോടുള്ള പരമഭക്തിയായിട്ട് മാറണമെന്ന് പറയണം. അപ്പം അതുകൊണ്ട് ഭക്തി കൊണ്ട് മാത്രമേ ഈ കലികാലത്ത് രക്ഷയുള്ളൂ എന്ന് പറയാം. സൂത ഉവാച ഇതി നാരദ നിർണീതം സ്വമാഹാത്മ്യം നിശമ്യസാ സർവാംഗപുഷ്ടി സംയുക്ത നാരദം വാക്യമബ്രവീത്. സൂതൻ പറഞ്ഞു, ത്വന്മാഹാത്മ്യം പ്രകീർത്തിച്ചീ മട്ടിൽ നാരദനോദവേ ഭക്തി നാരദനോടോതി സർവാംഗപുളകത്തോടെ. ആ ഭക്തിയുടെ മഹത്വമാണ് ഭക്തിയോട് പറഞ്ഞത്. നമ്മൾ ഇതുപോലൊരു രംഗം രാമായണത്തിൽ കാണുന്നുണ്ട്, അല്ലേ? രാമായണത്തിൽ തൻ്റെ ആ ഒരു മഹത്വത്തിനെ മറന്നുകൊണ്ട് ഹനുമാൻ ഇരിക്കുന്ന സമയത്ത് ജാമ്പുവാൻ വന്നിട്ട് ആ ഹനുമാൻ്റെ വീര്യത്തെ ഉണർത്തണു. അവിടെ പറയണു, രാമനാമം കൊണ്ട് രാമനാമം മാത്രം മതി എല്ലാത്തിനും. പിന്നെ ആ രാമൻ തന്ന അങ്കുലീയം അങ്ങയുടെ കയ്യിലല്ലേ എന്നെല്ലാം ആ ഹനുമാനോട് ചോദിക്കുമ്പോൾ ഹനുമാൻ്റെ ആ ഉള്ളിൽ ഹനുമാൻ അറിയാണ്ട് എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ആ ശക്തി. ആ ശക്തിയെപ്പറ്റി നമുക്ക് മനസ്സിലാവാണ്ടാണ്, അറിയാണ്ടാണ് അതിനെ അറിവുണ്ടായി. ആ ശക്തി താൻ ശക്തനാണ്. കാരണം എന്തുകൊണ്ടാണ്? തൻ്റെ കയ്യിൽ ആ രാമനാമം എഴുതിയ അങ്കുലീയുണ്ട്, തൻ്റെ ഉള്ളിൽ രാമനാമമുണ്ട്, തൻ്റെ ഹൃദയത്തിൽ രാമരൂപമുണ്ട്, പിന്നെ ആ ഭക്തി ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഭക്തന് സാധിക്കാത്തതായിട്ടൊന്നുമില്ല എന്നുള്ള അതുകൊണ്ട് ആ ഭഗവാൻ തന്നെയാണ്. ഭക്തനും ഭഗവാനും ഒന്നല്ലേ. അപ്പോൾ അത് അങ്ങനെ ഒരു ഭാവമുണ്ട്. അതുപോലെ ഇവിടെയും ആ ഭക്തിക്ക് പുളകഗാത്രിയായിട്ട് ആ ഭക്തി പറയണു. ഭക്തി നാരദനോട് പറയാണ്, ശ്രീ ഭക്തിരുവാച അഹോ നാരദ ധന്യോസി
പ്രീതിസ്തേ മയി നിശ്ചല ന കദാചിദ് വിമുഞ്ചാമി ചിത്തേ സ്ഥാസ്യാമി സർവദാ. അഹോ നാരദ ധന്യോസി പ്രീതിസ്തേ മയി നിശ്ചല ന കദാചിദ് വിമുഞ്ചാമി ചിത്തേ സ്ഥാസ്യാമി സർവദാ. വായിക്കണേൽ അക്ഷരത്തെറ്റുണ്ടോ എന്ന് സംശയം തോന്നുന്നതാണ് വീണ്ടും വീണ്ടും വായിക്കണത്. അപ്പോൾ അത് വായിക്കുമ്പോൾ രണ്ടാമത് വായിക്കുമ്പോൾ നിങ്ങൾ കേട്ടിരിക്കണവർ ഒന്ന് ശ്രദ്ധിക്കണം. അറിവുള്ളവർ ഇതിൽ കേട്ടിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത് എന്നെക്കാളും സംസ്കൃത ശ്ലോകങ്ങളൊക്കെ വായിക്കണവർ. അപ്പോൾ അത് തെറ്റുള്ള വാക്കുകൾ ഉച്ചാരണം തെറ്റാണെങ്കിൽ അതൊന്ന് സൂചിപ്പിക്കണം എന്ന് കൂടി ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. ഭക്തി പറഞ്ഞു അങ്ങേക്കെന്നിൽ പ്രീതി അചഞ്ചലം താൻ ധന്യ. അങ്ങേക്കെന്നിൽ പ്രീതി അചഞ്ചലം താൻ ധന്യ നാരദ ഒരിക്കലും കൈവിടാതെ സൂക്ഷിക്കുമിതു ഞാൻ ഹൃദി. അപ്പോൾ പറയണു ഭക്തി പറയാണ് ആശ്ചര്യമാണ്. കാരണം ഞാൻ അങ്ങ് ധന്യനാണ് എന്ന് പറയാണ്, ധന്യ എന്ന് വിളിക്കുകയാണ്. അതാണ് പറയണത്. അങ്ങേക്കെന്നിൽ പ്രീതി അചഞ്ചലം താൻ ധന്യ നാരദ ഒരിക്കലും കൈവിടാതെ സൂക്ഷിക്കും ഇതു ഞാൻ ഹൃദി. ഭക്തിക്ക് സന്തോഷമായി. ഇതിലേ കൊണ്ടുവന്ന് ഇവിടെ വെച്ചോളൂ. അപ്പോൾ ഭക്തിക്ക് സന്തോഷമായി. ഭക്തി പറയണു എൻ്റെ പേരിൽ ആ ഭക്തിയിൽ ഇളക്കമില്ലാത്ത ആ പ്രീതി ഉണ്ടല്ലോ, ഉറപ്പുണ്ട്. ഭക്തി കൊണ്ട് ഭഗവാനെ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ആർക്കും ഉറപ്പുണ്ട്? നാരദന് ഉറപ്പുണ്ട്. അപ്പോൾ ഒരു കാലത്തും ഞാൻ അങ്ങേ വിട്ടു പിരില്ല. എന്നെ ഇത്രയും നമ്മൾ പറയില്ലേ, അത്രയും ഉറപ്പ്. വിശ്വാസം എന്ന് പറയാൻ പറ്റില്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? കുറച്ച് കഴിഞ്ഞാൽ വിശ്വാസം അവിശ്വാസമാവാം അല്ലേ? ഇപ്പം നമുക്ക് തോന്നും വിശ്വസിക്കാൻ തോന്നും. എന്തെങ്കിലും നമ്മളുടെ വാക്കിലോ പ്രവൃത്തിയിലോ തെറ്റുണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അവരുടെ വാക്കിലോ പ്രവൃത്തിയിലോ നമുക്കിപ്പോൾ ഒരാളെ നല്ല വിശ്വാസമുണ്ട്, അവരുടെ പ്രവൃത്തിയിൽ ദോഷം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ചിന്തയിൽ അവർ ചെയ്ത് തെറ്റാന്ന് തോന്നിയിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ വിശ്വാസം അവിടെ നഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ എത്ര അത് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയാലും ആ വിശ്വാസം ഉണ്ടാവും. നഷ്ടപ്പെട്ടത് തന്നെയാണ്. പണ്ടുള്ളവർ പറയില്ലേ, ഏച്ചു കൂട്ടിയാൽ മുഴച്ചിരിക്കുന്നു. അതുപോലെ ഇവിടെ എങ്ങനെയാണുള്ളത്? ഉറപ്പാണ്. ഭക്തിക്കില്ലാത്ത ഉറപ്പ് ഭക്തിയിൽ ഭക്തനായിട്ടുള്ള നാരദനുണ്ട്. അപ്പോൾ പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങയെ വിട്ടുപിരില്ല, എപ്പോഴും ചിത്തേ സ്ഥാസ്യാമി സർവദാ. അങ്ങയുടെ ആ ഹൃദയത്തിൽ ഞാൻ ഞാനിത് അങ്ങയുടെ ഹൃദയത്തിൽ ചിത്തത്തിൽ എപ്പോഴും വസിക്കും. ഞാൻ ഒരിക്കലും അങ്ങയെ വിട്ടുപിരിയില്ല എന്നതാ ആ ഭക്തി നാരദനോട് പറയാണ്. കൃപാലുനാത്വയാ സാധോ മദ്ഭാദാ ധ്വംസിദക്ഷണാത് പുത്രയോ ചേതനാ നാസ്തി തതോ ബോധയ. സാധോ കൃപാലുവാം താങ്കൾ നീക്കിമൽഭാതയെ ക്ഷണാൽ ഉണർത്തുകീ ബാധയറ്റ പുത്രന്മാരെയും ഉണർത്തുക. അപ്പോൾ പറയാണ്, എനിക്ക് എൻ്റെ കഴിവ്, ഞാൻ ഇപ്പം നശിച്ചു, എനിക്ക് അത്ര കഴിവൊന്നുമില്ല എന്നുണ്ട്. എൻ്റെ ആത്മവീര്യത്തിനെ അങ്ങ് പറഞ്ഞ് ഉയർത്തി ഞാൻ ഇപ്പം പരിപുഷ്ടിയായിട്ട് തീർന്നു. അതുപോലെ അങ്ങ് എൻ്റെ മക്കളായിട്ടുള്ള ആ ജ്ഞാനവൈരാഗ്യങ്ങളെ കൂടി ഉണർത്തു, അവരെ കൂടി പുഷ്ടിപ്പെടുത്തു എന്ന് നാരദരോട് പറയാണ്. സൂത ഉവാച തസ്യ വാച സമാകർണ്യ കാരുണ്യം നാരദോ ഗതാ തയോർബോധനമാരംഭേ കരാഗ്രേണ വിമർദയൻ. സൂതൻ പറഞ്ഞു, ഭക്തി തന്മൊഴി കേട്ടാർദ്രൻ കരുണാനിധി നാരദൻ കൈപ്പടം കൊണ്ടൊഴിഞ്ഞാനാ പുത്രന്മാരെ ഉണർത്തുവാൻ.
അങ്ങനെ ആ ഭക്തിയുടെ വാക്ക് കേട്ടിട്ട് ആ നാരദരെ എന്ത് ചെയ്തു? ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന പുത്രന്മാരുടെ കയ്യും കാലൊക്കെ, അല്ലെ, വയ്യാണ്ട് കിടക്കണവരുടെ കയ്യും കാലൊക്കെ ഇങ്ങനെ തടവി ചൂട് പിടിപ്പിക്കുക എന്ന് പറയുന്നത്. അതുപോലെ കയ്യും കാലൊക്കെ അങ്ങനെ ഒഴിഞ്ഞുകൊണ്ട് അവരെ ഉണർത്താൻ ആരംഭിക്കുകയാണ്. മുഖം സംയോജ്യ കർണാന്തേ ശബ്ദമുച്ഛൈ സമുച്ചരൻ ജ്ഞാന പ്രബുദ്ധതാം ശീഘ്രം രേ വൈരാഗ്യ പ്രബുദ്ധ്യതാം ജ്ഞാനപ്രബുദ്ധ്യതാം ശീഘ്രം രേ വൈരാഗ്യ പ്രബുദ്ധ്യതാം. മുഖം കാതുകളിൽ ചേർത്തിട്ടുറക്കെ ചൊല്ലിനാൻ മുനി ജ്ഞാനവൈരാഗ്യ രണ്ടാളും ഉണർന്നീടുക സത്വരം. അപ്പം പറയാണ് അങ്ങനെ അപ്പം എന്തു ചെയ്തു? വിളിക്കുകയാണ്, ജ്ഞാനമേ വൈരാഗ്യമേ ഉണരൂ ഉണരൂ എന്ന് പറഞ്ഞ് ആ ചെവിയോട് കൂടിയിട്ട് മുഖം ചേർത്ത് വെച്ചിട്ട് ഉറക്കെ ഒച്ചത്തിൽ സ്പഷ്ടമായിട്ടിങ്ങനെ അവരെ ഉണർത്താൻ ശ്രമിക്കണു നാരദര്. വേദാന്തഘോഷൈച്ച ഗീതാപാഠൈർമുഹുർമുഹു ബോധ്യമാനൗ തഥാ തേന കഥശ്ചിച്ചോദ്ധിതൗ ബലാത്. വേദാന്തം ഭഗവത്ഗീതയും പലവട്ടവും കാതിലോതിപ്പണിപ്പെട്ടിട്ടുണർത്തി മുനി സുപ്തരെ. അപ്പോൾ ഉറങ്ങിക്കിടക്കുകയാണ്. ജ്ഞാനവൈരാഗ്യങ്ങൾ ഒരു ചെറിയ ശ്വാസോച്ഛ്വാസം ഉണ്ട് എന്നേ ഉള്ളൂ. അപ്പോൾ അവരിങ്ങനെ ഉറങ്ങിക്കിടക്കണവരുടെ അടുത്ത് എന്താ അപ്പോൾ ആ സമയത്ത് എന്താ ഗീത, അതുപോലെ വേദാന്തങ്ങൾ, ഇതൊക്കെ ഭഗവത്ഗീത, ഇതൊക്കെ വീണ്ടും വീണ്ടും ബോധിപ്പിച്ചിട്ടും അവരപ്പം എന്ത് ചെയ്തു? പതുക്കെ ഒന്നിങ്ങനെ കണ്ണ് തുറന്നു, ഒന്ന് നോക്കി, കണ്ണ് തുറന്നൊന്നിങ്ങനെ നോക്കി, അത്രയേ ഉള്ളൂ. ഒന്നിങ്ങനെ വിളിച്ചു ഉണരുക എന്ന് പറയണില്ലേ, അങ്ങനെ എന്ന് പറഞ്ഞാൽ കലികാലത്ത് നാരദരെ പോലെയുള്ളവർ എന്തുണ്ട്? ആ വേദാന്തങ്ങളെ ഭഗവത്ഗീത ഇതൊക്കെ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ട് ആ ജ്ഞാനത്തിനെയും ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്താനായിട്ട് ശ്രമിച്ചു. ഇതൊക്കെ ആരുടെ ഉള്ളിലാണ് ഉറങ്ങിക്കിടക്കണേ? നമ്മളുടെയൊക്കെ ഉള്ളിലല്ലേ. അപ്പോൾ ആ ഭക്തി ഉള്ളവരുടെ ഉള്ളിൽ ആ ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്താൻ ഇതുകൊണ്ടൊക്കെ ശ്രമിച്ചു. പക്ഷേ അതൊന്നും അതൊന്നും അനുഭവമായി പതുക്കെ ചിലർക്ക് ചിലപ്പോൾ ഒരു അറിവ് പോലെ ഒന്നിങ്ങനെ പ്രകടമായി, അത്രയേ ഉള്ളൂ. അനവലോകാന്തോ ജിംഭ്രന്തോ സാലസാവോഭോ ഭഗവത് പാലിതോ പ്രായ ശുഷ്കകാഷ്ഠാ സമംഗകോ. നേത്രൈരനവലോകന്തൗ ജിംഭ്രന്തൗ സാലസാ ഉഭൗ ഭഗവത് പാലിതോ പ്രായ ശുഷ്കകാഷ്ഠസമംഗകൗ. കൺമിഴിക്കാതിടയ്ക്കൊക്കെ കോട്ടുവാ വിട്ടുകൊണ്ടവർ കൊറ്റികൾക്കൊപ്പം നരച്ചോർ ഉണക്ക വിറകൊത്തവർ. അപ്പം അവർ എന്ത് ചെയ്തു? ആ കണ്ണൊക്കെ അങ്ങനെ മിഴിച്ചു വസ്തുക്കളെ ഇങ്ങനെ നോക്കണമെന്നില്ല. ഉണർന്നു അവർ, പക്ഷെ കണ്ണ് തുറക്കണ്ടേ? ഉണർന്നാൽ കണ്ണൊന്നും തുറക്കണില്ല. എന്നിട്ട് എന്ത് ചെയ്തു? കോട്ടുവായ ഇട്ടിട്ട് ഉണങ്ങിയ വിറക്, മാംസരക്തങ്ങളില്ലാത്ത പോലെ ഉണങ്ങിയ വിറക് കിടക്കണില്ല, അതുപോലെ അവർ അവിടെ തന്നെ കിടന്നു. അവർ എണീറ്റില്ല എന്ന് പറയാം. അതായത് ഈ വേദാന്തവും ഒന്നും പറഞ്ഞിട്ടും ആരുടെയും ഉള്ളിൽ ആ അറിവോ അതിൻ്റെ വൈരാഗ്യമൊന്നും ഉണ്ടായില്ല. ലൗകികമായിട്ടുള്ള ആസക്തി വിടുക, ആ ഈശ്വരനെ പറ്റിയിട്ടുള്ള അറിവ് വർദ്ധിപ്പിക്കാനൊന്നും അവരെ സാധിച്ചില്ല പറയാം. ക്ഷുക്ഷാമൗ തൗ നിരീക്ഷ്യൈവ സ്വാപപരായണൗ ഋഷിശ്ചിന്താപരോ ജാത കിം വിധേയം മയേതി ച. വിശന്നവശരായി വീണ്ടും ഉറക്കം തൂക്കി വീഴ്കയാൽ ഋഷി ചിന്താവിവശനായി എന്തു ചെയ്യണ്ടു ഞാനിനി.
ഇത് ആ ഗീതയും വേദവും വേദാന്തമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും എണീക്കാണ്ടായിപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അവരിതാ വീണ്ടും ഉറങ്ങാൻ തുടങ്ങി. അപ്പോൾ എന്താ ചെയ്യുക, ഇനി എങ്ങനെയാണ് അവരെ ക്ഷീണം തീർക്കാനായിട്ട് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുകയാണ്. അഹോ നിദ്രാ കഥം യാതി വൃദ്ധത്വം ച മഹത്വരം ചിന്തയന്നിധി ഗോവിന്ദം സ്മാരയാമാസ ഭാർഗവ. ഇവർ തന്നിദ്രയും വൃദ്ധത്വവും പൊക്കേണ്ടതെങ്ങിനെ എന്നോർത്തു മുനി ഗോവിന്ദ സ്മൃതിയിൽ താണു ഭാർഗവ. അപ്പോൾ അതാ എന്താ ഉണ്ടായേ, അവരേതാ അങ്ങനെ ഇവരുടെ ഈ വാർദ്ധക്യത്തെ, അതായത് ഈ ജ്ഞാനവൈരാഗ്യങ്ങളെ വർദ്ധിപ്പിക്കാനായിട്ട് എന്താ ചെയ്യണേന്നുള്ള ഒരു മാർഗം കാണാണ്ടായിപ്പോൾ നാരദമുനി സാക്ഷാൽ ശ്രീമദ് ഗോവിന്ദൻ്റെ പാതാരവിന്ദങ്ങളെ സ്മരിച്ചു. അതല്ലേ ആശ്രയമുള്ളൂ, ഭഗവാനല്ലാണ്ട് ആർക്കും ഇതിന് സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഐശ്വരപാദങ്ങളെ സ്മരിച്ചു എന്ന് പറയാം. വ്യോമവാണി തദൈവാഭൂത് മാർഷേ ഖിദ്യതാമിതി ഉദ്യമ്യ സബലസ്തേതു ഭവിഷ്യന്തീന സംശയ. വ്യോമവാണി തദൈവാഭൂത് മാർഷേ ഖിദ്യതാമിതി ഉദ്യമസ്ഥല സബലസ്തേതു ഭവിഷ്യന്തീന സംശയ. മുഴങ്ങി വിണ്ണിൽ നിന്നേവം അശരീരി വചസ്സുടൻ ഖേദം വേണ്ട ഫലിക്കും നിന്നുദ്യമം തീർച്ചമാമുനെ. അപ്പം അങ്ങനെ ആ ഈശ്വരനെ സ്മരിച്ചപ്പോൾ ഒരു അശരീരി കേൾക്കാറായി എന്ന് പറഞ്ഞാൽ ആകാശവാണി എന്ന് പറഞ്ഞാൽ ആളില്ലാണ്ട് ശബ്ദം കേൾക്കാൻ വെച്ചാൽ അത് എവിടുന്ന നമ്മൾക്കൊക്കെ ആകാശവാണി വെച്ചപ്പോൾ ആ ഇടിവെട്ടണയൊക്കെ പോലെ ആകാശത്തുനിന്ന് കേൾക്കുന്ന അങ്ങനെയല്ല കേൾക്കണേ, അവനവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ. ചില സമയത്ത് നമ്മൾ എന്താ വേണ്ടതെന്ന് അറിയാണ്ട് ആകെ വിഷമിച്ചിരുന്ന് ആ ഭഗവാന്റെ മുമ്പിൽ ഇങ്ങനെ ചോദിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു സന്ദേശം നമ്മുടെ ഉള്ളിൽ നമുക്ക് കിട്ടൂലേ, അത് തന്നെയാണ് വ്യോമവാണി എന്ന് പറയണത്. അത് എന്നിട്ട് പറഞ്ഞു, അതാ എന്തായാലും നമുക്ക് തന്നെ തോന്നുന്നത് ഇത് ശരിയാവും, ഉറപ്പായിട്ട് ശരിയാവുമെന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയണ പോലെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ അനുഭവമാവാറില്ലേ, അത് തന്നെയാണ് ഇവിടെയും പറയണത്. ഏതദർത്ഥം ദു സത്കർമ്മ സുരർഷേത്വം സമാചര യത്തേ കർമാഭിധാസ്യന്തി സാധവ സാധുഭൂഷണ. ഇവർക്കായൊരു സൽക്കർമ്മം സുരർഷേ ചെയ്യുക വേണ്ടു നീ, പറയും നിന്നോടെന്താണെന്നതെന്നു ഭാഗവതോത്തമർ. അപ്പം പറയാണ്, ഉള്ളിൽ നിന്നിങ്ങനെ തോന്നുകയാണ് എന്താ, അതായത് ഈ ആഗ്രഹം സാധിക്കും, മഹാത്മാക്കളായിട്ടുള്ളവരെ ഇതിന് ഉത്തരം തരും എന്ന് ഒരു വ്യോമവാണി കേട്ടു എന്നാണ് പറയണത്. അതായത് ഇനി ആ ജ്ഞാനവൈരാഗ്യത്തിനെ ഉണർത്താൻ വേണ്ടിയിട്ട് ഒരു സൽക്കർമ്മം ചെയ്യണം. ആ സൽക്കർമ്മം എന്താണെന്ന് ഉത്കൃഷ്ടരായിട്ടുള്ള ഋഷീശ്വരന്മാർ അങ്ങേക്ക് പറഞ്ഞു തരുമെന്ന് ഉള്ളിൽ നിന്നൊരു ആകാശവാണി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്നൊരു ഉൾവിളി എന്നൊക്കെ പറയുന്ന തോന്നൽ ഉണ്ടായി. ആ തോന്നലുണ്ടായപ്പോൾ എനിക്കിത് സാധിക്കില്ല, അപ്പോൾ സാധിക്കുന്ന മഹാത്മാക്കളോട് ചോദിച്ചിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാവാണ്ടിരിക്കില്ല എന്നുള്ള ബോധ്യത്തോടു കൂടിയിട്ട് ശ്രീനാരദ മഹർഷി പുറപ്പെടുകയാണ്. സത്കർമ്മണി കൃതേ തസ്മിൻ സനിദ്രാ വൃദ്ധതാനയോ ഗമിഷ്യന്തി ക്ഷണാത് ഭക്തി സർവത്ര പ്രസരിഷ്യതി. പ്രായശ്ചിത്തം കൊണ്ടിവർദ്ധൻ നിദ്രവാർദ്ധക്യപീഡയും ഇല്ലാതെയാം ക്ഷണാൽ ഭക്തി വിളങ്ങും സർവദിക്കിലും.
അത് ആ ആകാശവാണിയുടെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് കേട്ടോ അത്. അതായത് ഉള്ളിൽ നിന്നൊരു തോന്നലുണ്ട് ഭക്തി ഒരിക്കലും കാരണം അത്രയും അറിവുള്ള ആളാണ് നാരദർ, ഭക്തിയുടെ മഹത്വം അറിയാം. അപ്പോൾ ഈ ഭക്തി ഒരിക്കലും നശിക്കില്ല. അപ്പോൾ ഭക്തിയുടെ പുത്രന്മാരായിട്ടുള്ള ഈ ജ്ഞാനവൈരാഗ്യങ്ങൾക്കും നാശം ഉണ്ടാവില്ല. ഇതിനെ പുഷ്ടിപ്പെടുത്താനായിട്ടൊരു മാർഗമുണ്ട്. ആ മാർഗം മഹാത്മാക്കളായിട്ട് വരുന്നവർ പറഞ്ഞു തരും എന്നാ പറയണത്. അപ്പോൾ ആ സാധുക്കൾ അനുഷ്ഠിക്കുന്ന ആ സൽക്കർമ്മം ചെയ്താൽ ഇവർക്ക് ഇവരുടെ യുവത്വവും കിട്ടും. അതുപോലെയല്ല ആ ഭക്തി എല്ലാ ദിക്കിലും ആ ഭക്തി നിറയും എന്ന് ഉള്ളിൽ നാരദ മഹർഷിക്ക് ഉറപ്പായി. ഇത്യാകാശവചസ്പഷ്ടം തത്സർവൈരപി വിശ്രുതം നാരദോ വിസ്മയല്ലേഭേ നേതം ജ്ഞാതാമിതി ബ്രുവൻ. ചെവിക്കൊണ്ടവരേവരുമീ സ്പുഷ്ടി ആകാശഭാഷിതം ഇപ്പോഴും കൃതമജ്ഞാനം അമ്പരന്നോതി നാരദർ. അപ്പോൾ ആ വാക്ക്, അതായത് ആ ശരീരി വാക്ക് അവിടെ കൂടിയുണ്ടായിരുന്നവരെല്ലാം കേട്ടു എന്ന് പറയുന്നത്. അവിടെ ആരൊക്കെയാണ് കൂടിയിരിക്കണേ? ഭക്തിയാണ് അല്ലേ? ഭക്തിയുടെ കൂടെയുള്ളതും പിന്നൊക്കെ എന്താ ആ ദേവത, അവർ കുറേ സ്ത്രീകൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി തുടങ്ങിയ നദികൾ രൂപം കൊണ്ടുവന്ന് സ്ത്രീ രൂപം കൊണ്ടുവന്ന് നിൽക്കുന്നതാണ്. അവർക്ക് അതൊക്കെ കാരണം എല്ലാവരുടെ ഉള്ളിലും ആത്മാവായിട്ടിരിക്കുന്നത് ആരാ? ആ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ നാരദന് തോന്നിയ അതേ ചിന്തകൾ എല്ലാവരുടെ ഉള്ളിലും ഒരുപോലെ, ആ ഭക്തന്മാർക്കൊക്കെ ഒരേപോലെയാണ് അത് അനുഭവം ഉണ്ടാവുക. അതുകൊണ്ടാണ് പറയണത് അവിടെ കൂടിയുണ്ടായ എല്ലാവരും അത് കേട്ടു എന്ന്. അപ്പോൾ ആ ഇവരെ ഉണർത്താനായിട്ട് ഉള്ള സൽക്കർമ്മം എന്താണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നാരദർ അത്ഭുതത്തോടു കൂടിയിട്ട് അത് എവിടെയാണ്, ആരോടാ ചോദിക്കുക എന്നൊന്നും അറിയണില്ല. ഇത് മഹാത്മാക്കളോട് ചോദിച്ചാൽ അറിയുന്നുള്ളതേ ഉള്ളൂ. അതിനി നാരദർ അന്വേഷിക്കണം. അപ്പോൾ അത് അന്വേഷിച്ചിട്ട് നാരദർ പുറപ്പെടുകയാണ്. നാരദ ഉവാച അനയാകാശവാണ്യാപി ഗോപ്യത്തേന നിരൂപിതം കിം വാ തത്സാധനം കാര്യം യേന കാര്യം ഭവേത്തയോ. നാരദൻ പറഞ്ഞു, ആകാശവാണിയിൽ ഗൂഢമായി വ്യഞ്ചിച്ച സാധനം ആരോടാരാഞ്ഞിടേണ്ടു ഞാൻ. ആകാശവാണിയിൽ ഗൂഢമായി വ്യഞ്ചിച്ച സാധനം ഇവർക്കത്യാവശ്യമെന്തെന്നാരോടാരാഞ്ഞിടേണ്ടു ഞാൻ. ആരോടാ ഇനിയിപ്പോൾ അതൊക്കെ ചോദിക്കാൻ മഹാത്മാക്കളായവരോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും. പക്ഷേ ആരോട് ചോദിക്കണം എന്ന് ആലോചിക്കുകയാണ്. ആരോടാ ഇനിയിപ്പോൾ അത് ചോദിക്കുക? ഭവിഷ്യന്തി സന്തസ്തേ കഥം ദാസ്യന്തി സാധനം മയാത്ര കിം പ്രകർത്തവ്യം തദുക്തം വ്യോമഭാഷയാ. എങ്ങെമ്മട്ടിൽ ഭാഗവതർ എനിക്കു പകരും പൊരുൾ ഇപ്പോഴെന്തെൻ്റെ കർത്തവ്യമായി കാണുന്നുവാനൊലി. ഇപ്പോൾ പറയുകയാണ്, ഇനി നാരദർ ചോദിക്കുകയാണ്. ഇതിപ്പോൾ ചിന്തിക്കുകയാണ്, നാരദയുടെ ചിന്തയാണ്. ആരോട് ചോദിച്ചാലാണ് അതിന് ഉത്തരം? ഈ കർമ്മം ഏതാണ് അനുഷ്ഠിക്കേണ്ടത്, ഏതാണ് ഉചിതമായതെന്ന് ആരാണ് പറഞ്ഞു തരിക? അവരെ ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എങ്ങനെയാണ് ഞാൻ അതൊക്കെ കാര്യം സാധിക്കാൻ ഞാൻ എന്തൊക്കെയാവും ഇനി ചെയ്യേണ്ടി വരിക എന്നൊക്കെയുള്ള ചിന്തകളുണ്ടല്ലോ. ആ ചിന്തകൾ നാരദരുടെ ഉള്ളിലുണ്ടായി എന്ന് പറയാം. സൂത ഉവാച തത്ര താവപി സംസ്ഥാപ്യ നിർഗതോ നാരദോ മുനി തീർത്ഥം വിനിഷ്ക്രമ്യ പൃച്ഛന്മാർഗേ മുനീശ്വരാൻ. സൂതൻ പറഞ്ഞു,
അവിടെത്താൻ അവരെ വിട്ട അലഞ്ഞു മുനിനാരദൻ. തീർത്ഥം തോറും കാണും ഋഷിമാരോടാരാഞ്ഞു സംശയം. അപ്പം എന്ത് ചെയ്തു? ആ ജ്ഞാനവൈരാഗ്യങ്ങളെയും ഭക്തിയെയും അവിടെ ഉപേക്ഷിക്കുകയല്ല, അവിടെ നിർത്തിയിട്ട് അവരെ അതുപോലെ തന്നെ അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു, ഞാൻ അന്വേഷിച്ച് വരാം എന്ന് പറഞ്ഞിട്ട് നാരദമുനി അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് എല്ലാ തീർത്ഥങ്ങളിലും സഞ്ചരിച്ച് അവിടെ കാണാൻ മുനിശ്രേഷ്ഠന്മാരോട് സംഗതികളെല്ലാം പറഞ്ഞ് ജ്ഞാനവൈരാഗ്യന്മാരെ വൈരാഗ്യത്തെ ഉണർത്താനായിട്ടും ഉള്ള ഉപകരിക്കുന്ന സൽക്കർമ്മം എന്താണെന്ന് എല്ലാവരോടും ചോദിച്ചു. വൃത്താന്തശ്രൂയതേ സർവൈ കിഞ്ചിൻ നിശ്ചിദ്യനോച്യത്തെ അസാധ്യം കേചന പ്രാജുർ ദുർജ്ഞേയം ഇതി ചാപരേ. ഉറപ്പിച്ചൊന്നു മോദിയില ചോദ്യം കേട്ടിട്ടൊരുത്തരും അസാധ്യമെന്നോദി ചിലരജ്ഞേയമെന്നുമായി. അപ്പോൾ പലരോടും ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അത് ചോദിക്കുന്ന സമയത്ത് അവർ ഒന്നും ഉറപ്പിച്ചിട്ട് അത് വേണമെന്ന് ആരും ഉറപ്പോടുകൂടി പറഞ്ഞില്ല. ചിലർ പറഞ്ഞു ഇതൊന്നും സാധിക്കണ കാര്യമല്ല, ഇതൊക്കെ അസാധ്യമാണ്, ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ ഇതിനെ പറ്റിയിട്ട്, വേറെ ആരോടെങ്കിലുമൊക്കെ ചോദിക്കൂ എന്ന് പറഞ്ഞു. ചിലരൊന്നും മിണ്ടിയില്ല. അങ്ങനെ മൂഗീഭൂതാസ്തധാന്യേതു കിയന്തേസ്തു പാലഫലായിത ഹാഹാകാരോ മഹാനാസിൻ ത്രൈലോക്യേ വിസ്മയാവഹ. ചിലർ മൂകത പാലിച്ചു നിൽക്കാതെ പാഞ്ഞു പോയി, ചിലർ പൊന്തി മുപ്പാരിലും ഹാഹാ നിനാദം വിസ്മയാമഹം. അങ്ങനെ പിന്നെയും നാരദ മഹർഷി ഇങ്ങനെ പറഞ്ഞു വെച്ചാലും പിന്നെയും നാരദ മഹർഷി നിന്നില്ല. അങ്ങനെ പിന്നെയും ചോദിച്ച് അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ചില ആൾക്കാരെന്ത് ചെയ്തു? ഒന്നും മിണ്ടാണ്ടിരുന്നു. അപ്പോൾ ചില ആൾക്കാർ അത് എന്താ ചെയ്യണ്ടേ എന്ന് ചോദിക്കാൻ ഇത് മുഴുവൻ കാത്തിക്കാണ്ട് അവിടെ നിന്ന് അയ്യോ ഇനി ഇത് അറിയില്ല എന്ന് പറഞ്ഞാൽ മോശക്കേടല്ലേ, അറിയുന്നുള്ള ഒന്നും മിണ്ടാണ്ട് വേഗം അവിടെ നിന്ന് പോയി. അതാണ് ഓടിപ്പോയി എന്ന് പറയുന്നത്. വേഗം അവിടെ നിന്ന് പോയി. പിന്നെ 3 ലോകത്തിലെ അത്ഭുതം ഇതെന്താണ്, എന്ത് ചെയ്യും? നാരദ മഹർഷി ഇതൊക്കെ കേട്ടിട്ട് അത്ഭുതത്തോട് കൂടിയിട്ട് ഇനി എന്താണ് സംഭവിക്കാൻ പോണത് എന്നുള്ളൊരു അത്ഭുതത്തോട് കൂടിയിട്ട് ഹാ ഹാ എന്നുള്ള ശബ്ദത്തോട് കൂടിയിട്ട് എല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കി എന്നുള്ളതാണ് പറയണത്. വേദാന്തഘോഷയിച്ച ഗീതാപാഠൈർ വിബോധിതം ഭക്തിജ്ഞാനവിരാഗാണാം നോദതിഷ്ഠസ്ത്രികം യഥാ. വേദാന്തം ഭഗവത്ഗീതയും പലവട്ടവും പണിപ്പെട്ടിട്ടുമാ ഭക്തിജ്ഞാന വൈരാഗ്യർ മൂവരും എണീറ്റില്ലെങ്കിൽ ആ യോഗി നാരദനുണർത്തുവാൻ പറ്റില്ലെങ്കിൽ അന്യന്മാർക്കാമോ ചോദിച്ചു നാട്ടുകാർ. വേദാന്തഘോഷൈശ്ച ഗീതാപാഠൈർവിബോധിതം ഭക്തിജ്ഞാനവിരാഗാണാം നോദതിഷ്ഠത്രികം യഥാ ഉപായോ നാപരോസീതി കർണേ കർണേ ജപഞ്ജന യോഗിന നാരദേനാപി സ്വയം ന ജ്ഞായതേ തുയത്. അപ്പം എന്താണ്ടായത്? അത് ആ വേദാന്തങ്ങൾ പറഞ്ഞിട്ട് ഗീത പറഞ്ഞിട്ടൊന്നും ആ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ഒന്നും പുഷ്ടിപ്പെടുത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആർക്കാണ് സാധിക്കുക? പ്രത്യേകിച്ച് നാരദരെ പോലെയുള്ള ബ്രഹ്മർഷി നാരദന് പോലും ഇതിനൊന്നും സാധിച്ചില്ലെങ്കിൽ പിന്നെ ആർക്കാണ് സാധിക്കുക? ഇതൊന്നും സാധിക്കുമെന്ന് തോന്നണില്ല എന്ന് എല്ലാവരും പരസ്പരം കർണേച്ച ചെവിയിൽ എന്തിനല്ലേ ഇതിങ്ങനെ ഇനി വേറൊരു കാര്യമില്ല എന്ന് പറയുന്നത്. കലിയിൽ ഭക്തിയൊന്നും ഉണ്ടാവാൻ പോണില്ല, കലിയിൽ ജ്ഞാനവൈരാഗ്യങ്ങൾ ഒന്നും ഉണ്ടാവാൻ പോണില്ല, ഇതിനെയൊന്നും ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് നശിച്ചു പോവുക തന്നെയുള്ളൂ എന്നൊക്കെ പരസ്പരം ആ ഋഷീശ്വരന്മാർ പലരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
തത്കഥം ശക്യതേ വക്തും ഇതൈരിഹ മാനുഷൈ ഏവം ചർഷിഗണൈ പൃഷ്ടൈ നിർനിയോക്തം ദുരാസതം. മറ്റുപായങ്ങൾ അത് പറഞ്ഞുല്ലോ അല്ലേ. മറ്റുപായങ്ങൾ തോന്നാഞ്ഞു കാതിൽ പരസ്പരം സാധിക്കയില്ലെന്നുറപ്പായി നിർണയിച്ചു മുനീന്ദ്രരും. തതശ്ചിന്താതുരാസോഥ ബദരീവനമാഗത തപശ്ചരാമീ ജാത്രേതി തഥർത്ഥം കൃതനിശ്ചയ. അപ്പോഴും നാരദ മഹർഷി വിട്ടുകൊടുത്തില്ല കേട്ടോ. നാരദ മഹർഷി എന്താ ചെയ്തേ? അപ്പോൾ ചിന്താതുരൻ പൂകി നാരദൻ ബദരീവനം തപസ്സു ചെയ്യാമിവിടെ എന്നുള്ളാൽ നിരൂപിക്കയാൽ. എന്തായാലും ഞാൻ ഇതിനൊരു പോംവഴി കണ്ടുപിടിക്കാണ്ടിരിക്കില്ല. അപ്പോൾ ഭഗവാന് തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയിട്ടായാലും വേണ്ടില്ല, ഞാൻ ഈ ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്തും എന്നുള്ള ഭാവത്തിൽ അങ്ങനെ നിശ്ചയിച്ചുകൊണ്ട് നാരദ മഹർഷി ബദരികാശ്രമത്തിലേക്ക് പുറപ്പെട്ടു, തപസ്സിനായിക്കൊണ്ട് പുറപ്പെട്ടു എന്നുള്ള ഭാഗം വരെ, അതായത് 43-ാമത്തെ ശ്ലോകം വരെ നമ്മളിത് അവിടെ പാരായണം ചെയ്ത് സമർപ്പിച്ചു. അതിൽ ഒരു ശ്ലോകം കൂടി ഉണ്ട് അല്ലേ, 44. ആ ഒരു ശ്ലോകം കൂടിയും വായിച്ചിട്ട് ഇവിടെ സമർപ്പിക്കാം. താവദ്ദർശ പുരതാ സനകാദ്യൻ മുനീശ്വരൻ കോടിസൂര്യസമാഭാസ ഉവാച മുനിസത്തമ. സനകാദിമുനീന്ദ്രന്മാർ കോടിസൂര്യാഭ പൂണ്ടവർ പെട്ടെന്ന് മുന്നിൽ പ്രത്യക്ഷരാകേച്ചൊന്നാർ മുനീശ്വരൻ. അങ്ങനെ അവിടെ വച്ചിട്ട് ബദരികാശ്രമത്തിൽ വച്ചിട്ട് ആരെ കണ്ടുമുട്ടി? ആ സനകാദി ഋഷീശ്വരന്മാരെ കണ്ടുമുട്ടി. അപ്പോൾ ഇനി തുടർന്ന് നാരദരും ആ മുനീശ്വരന്മാരും തമ്മിലുള്ള സംവാദമാണ് അടുത്ത ദിവസം നമുക്ക് പാരായണം ചെയ്ത് സമർപ്പിക്കാനുള്ളത്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ കുറേ സമയം ഇത് ഒരുമിച്ച് വായിച്ച് സമർപ്പിക്കാൻ എന്നൊക്കെ എനിക്ക് കൊതിയുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഞാനിവിടെ ഇരുന്ന് വായിക്കണത് ഒരുമിച്ച് തന്നെയാണ്. ഞാനത് ഇപ്പോൾ ഇത് വായിച്ച് ഇവിടെ സമർപ്പിച്ചിട്ട് അടുത്തതായിട്ടാണ് അടുത്ത ഭാഗം വായിക്കണത്. ഇപ്പോൾ തന്നെ ഞാൻ വായിക്കുക തന്നെയാണ് ചെയ്യണത്. അതെന്താണെന്ന് വിചാരിച്ചാൽ കുറേ അധികം നേരമാകുമ്പോൾ പലർക്കും എന്നോടതൊരു അഭിപ്രായം പറഞ്ഞു, അരമണിക്കൂർ ആയിട്ടിട്ടാൽ അത് സൗകര്യമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കാമായിരുന്നു എന്ന്. പക്ഷേ ചിലപ്പോൾ നമുക്കത് 1 മണിക്കൂറായിട്ട് പോവുക, കാരണം എന്തെങ്കിലുമൊക്കെ കഥകൾ അതിൻ്റെ കൂടെ പറയണ കാരണം കൊണ്ട്. അപ്പോൾ അത് അത്രയും 1 മണിക്കൂറിൽ കൂടുതലായി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് വേണ്ടതുപോലെ അത് ശ്രദ്ധിക്കാതെ പോകും എന്നുള്ളത് കൊണ്ട് അരമണിക്കൂറോ 1 മണിക്കൂറോ ആയിട്ടുള്ള ഭാഗങ്ങളായിട്ടാണ് സമർപ്പിക്കുന്നത്. അപ്പോൾ അത് വേണ്ടതുപോലെ ഉൾക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പം രാവിലെ എണീറ്റാൽ സന്തോഷം ഇത് കേൾക്കാലോ എന്നുള്ള സന്തോഷമാണ്. എല്ലാ പണികളും വേഗം ചെയ്ത് ഇതിനായിട്ട് കാത്തിരിക്കും, എവിടെയുണ്ടെങ്കിലും ഇത് കേൾക്കാൻ കൊതിച്ച് കാത്തിരിക്കുകയാണ്. വായിച്ചു കഴിയുമ്പോൾ തീർന്നു പോയില്ലോ എന്നുള്ള സങ്കടമാണ്, എന്നാലും ഞങ്ങൾ ഓരോ ദിവസവും കൊതിയോടുകൂടി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. ആ പറഞ്ഞവർക്കൊക്കെ എത്രയോ പേര് അങ്ങനെ നമ്മളോട് നേരിട്ട് പറഞ്ഞു. എന്തായാലും കേൾക്കുന്നവരുടെയൊക്കെ സുഹൃതമാണ്, എത്രയോ ജന്മ സുഹൃതം കൊണ്ടാണ് ഭാഗവതം കേൾക്കാനായിട്ടും പറയാനായിട്ടൊക്കെ സാധിക്കണത്. ഭഗവാന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. പറയണ ആളുടെയോ കേൾക്കണ ആളുടെയോ മഹത്വം ഒന്നുമില്ല. ഇവിടെ ആകെ കൂടി നിറഞ്ഞു നിൽക്കുന്നത് ആ ഹരിയുടെ മഹത്വം മാത്രം. സാക്ഷാൽ ശ്രീമൻ നാരായണൻ്റെ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ കാരുണ്യം മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ ഇങ്ങനെ നടന്നു പോണത്. അപ്പോൾ ഇത് ആ ഭഗവാന് ഒരു സേവ പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സേവ പൂർത്തിയാക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാം ആ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പാ ശരണം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. സാധ്യം രാധാ സാധനം രാധാമന്ദോ രാധാമന്ദോ രാധ
ശ്രീരാധായ നമ ശ്രീരാധായ നമ ശ്രീരാധായ